ഹലോ ഓൾ, എല്ലാവർക്കും ആർട്ടിക്യൂ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രിപ്പറേഷന്റെ ലാസ്റ്റ് സ്റ്റേജിൽ കലാശക്കൊട്ട് എന്ന രീതിയിൽ നമ്മളിപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുന്നു RCCയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്താണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ഫസ്റ്റ് പറയാം. ഞാനൊരു ക്വസ്റ്റ്യൻ വയ്ക്കുന്നു, ഡിസ്കസ് ചെയ്യുന്നു, നിങ്ങൾ ആൻസേഴ്സ് കമന്റ് ചെയ്യുക, ഞാൻ അതിന് സൊല്യൂഷൻ പറയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ രീതിയിലൊന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പോയി ഒന്ന് കുറച്ച് സാധനങ്ങൾ കൺസെപ്ഷ്യൽ ആയിട്ട് അവിടെ വരുന്ന സാധനങ്ങൾ ഒന്ന് ക്യുക്കായിട്ടൊന്ന് റീക്യാപ്പ് ചെയ്തു പോകുന്നു. ഒരു കംപ്ലീറ്റ് ലെസൺ പോലെ ആയിരിക്കില്ല പോകുന്നത്, എല്ലാ കാര്യങ്ങളൊന്നും പറയുന്നത് ആ ക്വസ്റ്റ്യനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അതിന്റെ കുറച്ച് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മാറിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ കോൺക്രീറ്റിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. According to IS 456, for the placing condition of concrete is given under list 1. Okay, place ചെയ്യുന്ന കണ്ടീഷൻ പറയുന്നുണ്ട്. Match the corresponding slum values measured in accordance with IS 1199 given under list 2. Use the codes in the list for matching. Okay, അപ്പോൾ ഇവിടെ പ്ലേസിംഗ് കണ്ടീഷൻ പറയുന്നുണ്ട്. ഒന്ന്, ലൈറ്റ്ലി റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ഇൻ സ്ലാബ്, ബീംസ് ആൻഡ് കോളംസ്. കോളം യൂഷ്വലി ഇതിലോട്ട് കമ്പൈൻ ചെയ്യാറില്ല, കാരണം കോളം കുറച്ചുകൂടി വർക്കബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം കോളത്തിൽ കുറച്ചുകൂടെ ഫ്ലോ വേണം നമുക്ക്. പക്ഷേ ബീമിന്റെ കൂടെ ഇവിടെ കമ്പൈൻ ചെയ്തിട്ടുണ്ട് കോളം. സെക്കൻഡ് ഓപ്ഷനിലും ഹെവിലി റീഇൻഫോഴ്സ് സെക്ഷൻസ് ഇൻ സ്ലാബ്സ്, ബീംസ് ആൻഡ് കോളംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രെഞ്ച് ഫില്ല്, പംപ്ഡ് കോൺക്രീറ്റ്, സ്ലിപ്പ് ഫോം വർക്ക്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, ഇവിടെ സ്ലം ടെസ്റ്റിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. സ്ലംബ് വാല്യൂ ആണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ വർക്കബിലിറ്റിക്ക് വേണ്ട, നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ബേസിക് ടെസ്റ്റ് ആണ് സ്ലം ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ IS 456-നകത്ത് സ്ലംബ് വെരി ലോ, ലോ, മീഡിയം, ഹൈ, വെരി ഹൈ, വർക്കബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ റേഞ്ചും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് പാരലലി നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ ട്രെഞ്ച് ഫിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബിറ്റോ ഒരു ഓപ്പണിങ്ങോ നമ്മൾ ഫില്ല് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അവിടെ നമുക്ക് നല്ല രീതിയിൽ വർക്കബിൾ ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് വേണം, വിച്ച് മീൻസ് സ്ലംബ് വാല്യൂ ഹൈ ആയിരിക്കണം. നാലാമത്തേത് പംപ്ഡ് കോൺക്രീറ്റ് ആണ്. പംപ്ഡ് കോൺക്രീറ്റ് വരുമ്പോഴത്തേക്കും അവിടെയും നല്ല രീതിയിൽ വർക്കബിലിറ്റി വേണം, കാരണം നമ്മൾ പമ്പ് ചെയ്യണമെങ്കിൽ ഒരു ഫ്ലോ അബിലിറ്റി അതിനുണ്ടാവണം. അപ്പൊ അത്യാവശ്യം വർക്കബിൾ ആയിരിക്കണം. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ സാധനങ്ങളിൽ പംപ്ഡ് കോൺക്രീറ്റ് നമ്മൾ അഡ്രസ് ചെയ്തിട്ടില്ല. നമ്മൾ IS കോഡുകളിൽ ഇതിനെപ്പറ്റി എടുത്ത് ഹാൻഡ് പിക്ക് ചെയ്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ വർക്കബിലിറ്റി ട്രെഞ്ച് ഫില്ലിനാണോ കൂടുതൽ, പംപ്ഡ് കോൺക്രീറ്റിനാണോ കൂടുതൽ എന്നൊരു സംശയം വന്നേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും ഓപ്ഷൻ എമ്മും എന്നും വെച്ച് നോക്കാം. ഇതിനോടകം നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പുറത്താണ് ഓപ്ഷൻസ്, ഞാൻ അത് കാണിച്ചിട്ടില്ല, ഞാൻ ഡയറക്റ്റ്ലി ഇവിടെ വെച്ച് തന്നെ പറയുവാണ്. ലൈറ്റ്ലി റീഇൻഫോഴ്സ് സെക്ഷനും ഹെവിലി റീഇൻഫോഴ്സ് സെക്ഷനും, ബാക്കി സ്ട്രക്ചേഴ്സ് എല്ലാം സെയിം ആണ്. ഏതിനാണ് എനിക്ക് വർക്കബിലിറ്റി കൂടുതൽ വേണ്ടത്? അതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് ഹെവിലി റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണ് വർക്കബിലിറ്റി കൂടുതൽ വേണ്ടത്. എന്തുകൊണ്ട്? വർക്കബിലിറ്റി കൂടിയാൽ ഇതിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റും. ഹെവിലി റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് പറയുമ്പോൾ റീഇൻഫോഴ്സ്മെന്റിന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ഇടയിൽ കൂടെയൊക്കെ ഫ്ലോ ചെയ്ത് പോകണമെങ്കിൽ ഇതിന് സെൽഫ് ആയിട്ടുള്ള ഒരു ഫ്ലോ നേച്ചർ വേണം. നമുക്ക് ടാമ്പ് ചെയ്തോ കോമ്പാക്ട് ചെയ്തോ അങ്ങനെയൊന്നും ഇതിനെ അങ്ങ് എത്തിക്കാൻ പറ്റില്ല, കാരണം റീഇൻഫോഴ്സ്മെന്റിന്റെ ഡെൻസിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പൊ ലൈറ്റ്ലി റീഇൻഫോഴ്സ്ഡ് സെക്ഷൻസ് ലെസ് സ്ലംബ് വാല്യൂ കമ്പയർഡ് ടു ഹെവിലി റീഇൻഫോഴ്സ്ഡ് സെക്ഷൻസ്. അപ്പൊ സ്ലംബ് വാല്യൂ ഇവിടെ എനിക്ക് ലോ ആയിരിക്കും, ഹെവിലി റീഇൻഫോഴ്സ്ഡ് സെക്ഷനിൽ സ്ലംബ് വാല്യൂ ഹൈ ആയിരിക്കും. ഓക്കെ, ട്രെഞ്ച് ഫില്ലും പംപ്ഡ് കോൺക്രീറ്റും എല്ലാം നല്ല വർക്കബിലിറ്റി ഡിമാൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെയും സ്ലംബ് വാല്യൂ കൂടുതലായിരിക്കും. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് ആദ്യം ഏറ്റവും കുറഞ്ഞ വാല്യൂ ഏതാണോ അത് എനിക്ക് എമ്മുമായിട്ട് മാച്ച് ചെയ്യാം. അത് ഓപ്ഷൻ 4 ആണ്. അപ്പൊ എം ഞാൻ 4ഉമായിട്ട് മാച്ച് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ അത് വെച്ചിട്ട് എന്തെങ്കിലും ഓപ്ഷനിൽ നിന്ന് പിടിക്കാൻ പറ്റുമോ നോക്കാം. എം 4ഉമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരെണ്ണമേ ഉള്ളൂ ഭാഗ്യത്തിന്, ഓപ്ഷൻ എ. അപ്പം ഓപ്ഷൻ എ ഞാൻ ഇവിടെ പിക്ക് ചെയ്യുന്നു. കളർ മാറ്റാം. ഓപ്ഷൻ എ. എന്നാലും നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കാം. ഹെവിലി റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. ഹെവിലി റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് പറയുമ്പോൾ മറ്റേതിനേക്കാൾ കുറച്ചും കൂടി സ്ലംബ് വാല്യൂ ഓപ്ഷൻ 1 നമുക്ക് മാച്ച് ചെയ്യാം, കാരണം 50 to 100 ആണ്. അപ്പൊ 4, 1 അതും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെന്തായാലും O2P3 O എന്ന് പറയുമ്പോൾ ട്രെഞ്ച് ഫില്ല് എന്ന് പറയുമ്പോൾ 100 to 150,
പംപ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ 75 to 100. ആക്ച്വലി അത് കോൺട്രവേഴ്ഷ്യൽ ആണ്. കാരണം പംപ്ഡ് കോൺക്രീറ്റിനെ ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ കൂടുതൽ സാഹചര്യങ്ങളിൽ എനിക്ക് അതിന് കൂടുതൽ വർക്കബിലിറ്റി വേണ്ടി വന്നെന്ന് വരാം. പക്ഷെ നമുക്ക് ഫ്രം ദ ഗിവൺ ഓപ്ഷൻ നമുക്ക് അത് മാത്രമേ പിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടിനും വർക്കബിലിറ്റി കൂടുതൽ വേണം. ട്രെഞ്ച് ഫില്ലിനാണെങ്കിലും പംപ്ഡ് കോൺക്രീറ്റിനാണെങ്കിലും ബേസ്ഡ് ഓൺ ദി ഓപ്ഷൻ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് ഇവിടെ എ ആണ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഓപ്ഷൻ എ. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ നമുക്ക് വേറെ പെട്ടെന്ന് അസോസിയേറ്റ് ചെയ്ത് പറയാനായിട്ട് സ്ലംബ് വാല്യൂ വെരി ലോ വർക്കബിൾ ആണെങ്കിലും വെരി ഹൈ വർക്കബിൾ ആണെങ്കിലും സ്ലം ടെസ്റ്റ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യില്ല. വെരി ലോ വർക്കബിൾ ആണെങ്കിൽ സ്ലം ടെസ്റ്റിന്റെ കൂടെ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ചെയ്യണമെന്ന് IS 456 പറയുന്നുണ്ട്. വെരി ഹൈ വർക്കബിൾ ആണെങ്കിൽ ഫ്ലോ ടേബിൾ ടെസ്റ്റ് ചെയ്യണമെന്നും IS 456 പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to IS 456-2000, the maximum permissible limit of chlorides present in fresh water used for reinforced concrete. ക്ലോറൈഡ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ കോൺക്രീറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന വാട്ടറിന്റെ pH റേഞ്ച് ഡ്രിങ്കിങ് വാട്ടറിന്റെ സ്റ്റാൻഡേർഡ്സിനകത്ത് മീറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ്സിന്റെ pH റേഞ്ച് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റുമായിട്ട് എൻവയോൺമെന്റിൽ പറയുന്നുണ്ട് 6.5 to 8. നമുക്ക് ഇവിടെ 6.5 എന്ന വാല്യൂവിന് എബോവ് എന്ന രീതിയിലാണ് IS 456 പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ്, ഇൻഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ്, സൾഫേറ്റ്സ്, സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ്, ക്ലോറൈഡ്സ് ഫോർ PCC ആസ് വെൽ ആസ് RCC എന്ന് പറഞ്ഞ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസും ഇൻഓർഗാനിക് ഇമ്പ്യൂരിറ്റീസും ഒരു കാറ്റഗറി, അതിനൊരു വാല്യൂ. സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിന് വേറൊരു കാറ്റഗറി, അതിനൊരു വാല്യൂ. എന്നാൽ ഇതിൽ പെടുന്നതായിട്ട് കൂടിയും ക്ലോറൈഡ്സിനും സൾഫേറ്റ്സിനും നമ്മൾ പ്രത്യേകമായിട്ടൊരു വാല്യൂ പറയുന്നു. കാരണം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് സൾഫേറ്റ് അറ്റാക്കും ക്ലോറൈഡ് അറ്റാക്കുമാണ് കോൺക്രീറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അപ്പൊ സൾഫേറ്റിന്റെ വാല്യൂ അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഇവിടെ ക്ലോറൈഡ്സ് ആണ്. ക്ലോറൈഡ്സ് റീഇൻഫോഴ്സ്മെന്റിൽ കൊറോഷൻ വരുന്നു. അപ്പൊ PCCയിൽ ഒരു വാല്യൂ, RCCയിൽ വേറൊരു വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ RCCയിലാണ് ചോദ്യം. RCCയിലാണെങ്കിൽ 500 mg/L. ഇതേ സാധനം PCCയിലാണെങ്കിൽ 2000 mg/L ആയിരിക്കും ക്ലോറൈഡ്സിലേക്ക് വരുന്ന വാല്യൂ. സൾഫേറ്റ്സിലാണെങ്കിൽ 400 mg/L ആണ് നമ്മൾ എടുക്കുന്ന വാല്യൂ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. The neutral axis depth factor of reinforced concrete section depend only on permissible stresses in the concrete sigma ZZ, steel sigma ST and modular ratio M. The value of K can be evaluated by. Okay, ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ഫാക്ടർ K, ലിവർ ആം ഫാക്ടർ J, മൊമെന്റ് റെസിസ്റ്റൻസ് ഫാക്ടർ Q. ഈ സാധനങ്ങളെല്ലാം നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലാണ് കാണുന്നത്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് മൊത്തമായിട്ട് പഠിക്കണോ എന്ന് ചോദിച്ചാൽ വേണ്ട. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അനക്ഷറിനകത്ത് എന്തെല്ലാമാണോ പറഞ്ഞു പോകുന്നത് അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ അവിടെ നമ്മൾ 3 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ഫാക്ടർ Kനെ പറ്റിയാണ് ഇവിടെ ചോദ്യം. ഓക്കെ, യൂഷ്വലി Kക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫോർമുല ഉണ്ട്. ആ ഫോർമുല അല്ല ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ചെറുതായിട്ട് അതിനെ മോഡിഫൈ ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ നിന്ന് വരുന്ന പ്രധാന വ്യത്യാസം, എൻ്റെ പ്രൊഫൈല് ഇങ്ങനെയാണ്. എൻ്റെ സ്ട്രെസ് പ്രൊഫൈല്, ബെൻഡിങ് സ്ട്രെസ് പ്രൊഫൈല്. നേരെ മറിച്ച് എൻ്റെ ലിമിറ്റ് ഇവിടെ ഡോട്ടഡ് ആയിരിക്കും. നേരെ മറിച്ച് ലിമിറ്റ് സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഫൈലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, സ്ട്രെസ് പ്രൊഫൈല്. അപ്പൊ വർക്കിംഗ് സ്ട്രെസ്സിനകത്ത് ട്രയാങ്കുലർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ എടുക്കുന്ന അസംഷൻ. ലിമിറ്റ് സ്റ്റേറ്റിനകത്ത് റെക്ടാങ്കുലർ പാരബോളിക് പ്രൊഫൈലാണ് നമ്മൾ കംപ്രഷൻ കോൺക്രീറ്റിൽ എടുക്കുന്നത്. ഇവിടെ സിഗ്മ CBC, ഇവിടെ സിഗ്മ ST/M ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ ആക്ച്വലി സ്റ്റീലിനെ ഈക്വലന്റ് ആയിട്ടുള്ള കോൺക്രീറ്റുമായിട്ട് മാറ്റുന്നു യൂസിങ് മോഡുലാർ റേഷ്യോ. ഫ്ലിഞ്ച്ഡ് ബീം കോൺസെപ്റ്റിൽ മോസിൽ പറയുന്ന ആ കോൺസെപ്റ്റ് നമ്മൾ ഇതിനെ ഹെട്രോജീനിയസിൽ നിന്ന് ഹൊമോജീനിയസിലേക്ക് മാറ്റുന്നു. XU എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഡിഫൈൻ ചെയ്യുന്നതിൽ വ്യത്യാസമൊന്നുമില്ല. എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും ഡിഫൈൻ ചെയ്യുന്നതിൽ വ്യത്യാസമൊന്നുമില്ല. D-XU അല്ലെങ്കിൽ XU മാക്സ്. ബാലൻസ്ഡ് സെക്ഷൻ ആണെങ്കിൽ XU മാക്സ്. എഫക്റ്റീവ് ഡെപ്ത് എന്താണെന്നൊക്കെ നമ്മൾ
വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, എഫക്റ്റീവ് ഡെപ്തിലാണ് ഇത് വരച്ചിരിക്കുന്നത്. ഇവിടുത്തെ വാല്യൂസ് നമ്മൾ ഇവിടെ ഇപ്പൊ പറയുന്നില്ല. ലിമിറ്റ് സ്റ്റേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഈ വാല്യൂസും പാരലലി നിങ്ങൾക്ക് ഓർക്കാൻ പറ്റണം. അപ്പൊ ഇവിടെ നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് വെച്ച് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്താൽ d minus xu max divided by sigma st by m equal to xu max divided by sigma cbc. Okay, appo d by xu max equal to sigma st by m into sigma cbc plus 1 എന്ന് വരും. ഓക്കെ, ഞാനിതിനെ d by xu max എന്ന് എഴുതി കഴിഞ്ഞാൽ സിഗ്മ എസ് ടി പ്ലസ് എം സിഗ്മ സി ബി സി ഡിവൈഡഡ് ബൈ എം സിഗ്മ സി ബി സി എന്ന് വരും. അതിനെ എനിക്ക് xu max by d എന്ന് എഴുതാം. xu റെസിപ്രോക്കൽ എടുത്താൽ xu max by d ഈക്വൽ ടു m ഇൻറ്റു സിഗ്മ സി ബി സി ഡിവൈഡഡ് ബൈ m ഇൻറ്റു സിഗ്മ സി ബി സി പ്ലസ് സിഗ്മ എസ് ടി, അഥവാ xu max is equal to k into d, where k is the lever arm factor, neutral axis depth factor. Okay, അപ്പോൾ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ഫാക്ടറിനെ നമുക്ക് അറിയാവുന്ന ഫോർമുല ഇതാണ്. k ഈക്വൽ ടു m ഇൻറ്റു സിഗ്മ സി ബി സി ഡിവൈഡഡ് ബൈ m ഇൻറ്റു സിഗ്മ സി ബി സി പ്ലസ് സിഗ്മ എസ് ടി. പക്ഷേ ഇതല്ല ചോദിച്ചിരിക്കുന്നത്, വേറെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മോഡുലാർ റേഷ്യോന്റെ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലെ ഫോർമുല നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടി വരും. മോഡുലാർ റേഷ്യോ ഈക്വൽ ടു 280 ഡിവൈഡഡ് ബൈ 3 സിഗ്മ സി ബി സി. കാരണം ഓപ്ഷൻസിനകത്ത് 280 നിങ്ങൾക്ക് ക്ലിയർ കട്ട് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ മോഡുലാർ റേഷ്യോനെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ k ഈക്വൽ ടു 280 ഡിവൈഡഡ് ബൈ 3 സിഗ്മ സി ബി സി ഇൻറ്റു സിഗ്മ സി ബി സി ഡിവൈഡഡ് ബൈ 280 by 3 into sigma cbc into sigma cbc plus sigma st. ഇത് രണ്ടും ഞാൻ വെട്ടിക്കളയുന്നു. സിമ്പിൾ. 280 divided by 3 the whole divided by 280 plus 3 sigma st by 3. 3 3 പോകുന്നു, which will give you 280 divided by 280 plus 3 sigma st. Option B. 280 divided by 280 plus 3 sigma st. Option B. ഇതാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ഫാക്ടർ. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ലിവർ ആം ഫാക്ടർ ഉണ്ട്, മൊമെന്റ് റെസിസ്റ്റൻസ് ഫാക്ടർ ഉണ്ട്, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ ഫോർമുല പോലെ ഒബ്റ്റെയിൻ ചെയ്ത് പറയുന്നില്ല. ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ഫാക്ടർ, ലിവർ ആം ഫാക്ടർ, മൊമെന്റ് റെസിസ്റ്റൻസ് ഫാക്ടർ എല്ലാം പാരലലി ഓർക്കുക. അവിടെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിന് ഒരു ഇക്വേഷനും പറഞ്ഞു വെക്കുന്നുണ്ട്. ഹാഫ് ഇൻറ്റു ക്യൂ ഇൻറ്റു ബി ഡി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ. Okay, next ചോദ്യം. As per codal provisions of IS 3370, minimum grade of concrete for the RCC and PCC water tanks are respectively. Okay, first of all, ഈ കോഡ് മറന്നു പോകരുത്, നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. IS 3370 വാട്ടർ ടാങ്കിന്റെ കോഡ്. ഈ കോഡിന് മറ്റൊരു പ്രത്യേകത പ്രോബബ്ലി നിങ്ങൾക്ക് അറിയാമായിരിക്കും. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലാണ് ഈ ഒരു പെർട്ടിക്കുലർ കോഡ് പോകുന്നത്. ഓക്കെ, ഇവിടെ സർക്കുലർ സ്ലാബിന്റെ മൊമെന്റിന് ഇക്വേഷൻസ് വളരെ കോമൺ ആയിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോഡ് ഒന്ന് സെപ്പറേറ്റ് ഒന്ന് നോക്കുക. കാരണം ഇവിടെ എൻവയോൺമെന്റൽ എക്സ്പോഷർ കണ്ടീഷന്റെ ബേസിസിൽ ഗ്രേഡുകൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത് IS 456 നിന്ന് വ്യത്യാസമുണ്ട്, വാട്ടർ സിമെന്റ് റേഷ്യോയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് വാട്ടർ ടാങ്കിന്റെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഒരു ടേബിൾ പോലെ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ പക്ഷേ ഇത് നമുക്ക് പിക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. RCC ആൻഡ് PCC. ഓക്കെ, നമുക്ക് ഇവിടെ PCC എന്ന് പറയുമ്പോൾ ഇവിടെ M20യും RCC എന്ന് പറയുമ്പോൾ M30യുമാണ്. കാരണം ഒന്ന് നമുക്കറിയാം, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് കുറച്ചും കൂടെ
ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. എല്ലാം കുറച്ച് കയറ്റി പിടിക്കുവാണ്. കാരണം അവിടെ സേഫ്റ്റി ഫാക്ടർ തന്നെ നമ്മുടെ ലിമിറ്റ് സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും കുറവാണ്. വലുതാണ്. ലിമിറ്റ് സ്റ്റേറ്റിൽ കുറവാണ്. 3 ആണ് കോൺക്രീറ്റിന്, 1.78 ആണ് സ്റ്റീലിന്. എന്നാൽ ലിമിറ്റ് സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 1.15 ആണ് സ്റ്റീലിന്, 1.5 ആണ് കോൺക്രീറ്റിന്. അപ്പോൾ ഇവിടെ എനിക്ക് ലിമിറ്റ് സ്റ്റേജിൽ എന്താണോ പറയുന്നത് അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ വേണം. അപ്പോൾ ഇവിടെ PCCക്ക് ഞാൻ M20 ആണ് കൊടുക്കുന്നത്. അതുപോലെ RCCക്ക് ഞാൻ M30 ആണ് കൊടുക്കുന്നത്. വിച്ച് മീൻസ് ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആസ് പെർ IS 3370. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഐഡന്റിഫൈ വെദർ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് related to concrete mix are true or false. First statement, nominal mix concrete may be used for concrete of M20 grade or lower. Okay, നമുക്ക് മിക്സ് രണ്ട് തരത്തിൽ ഇവിടെ പറയാം. ഒന്ന് നോമിനൽ മിക്സും ഒന്ന് ഡിസൈൻ മിക്സും. ഇപ്പൊ നോമിനൽ മിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ മിക്സ് പ്രൊപ്പോർഷൻ റേഷ്യോ ഗിവൺ ആയിരിക്കും, അല്ലെ? ഗിവൺ ആയിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് M5, M7.5, M10, M10-15, M20, M25 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാം, അല്ലെ? 1:5:10, 1:4:8, 1:3:6, 1:2:4, 1:1.5:3, 1:1:2 or ഡിസൈൻ മിക്സ് എന്നാണ് നമ്മൾ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് ക്ലിയർലി നോൺ ആണ് സിമെന്റ് ഇസ് ടു ഫൈൻ അഗ്രിഗേറ്റ് ഇസ് ടു കോഴ്സ് അഗ്രിഗേറ്റ് റേഷ്യോ M20 വരെയാണ് സ്റ്റാൻഡർഡൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ M20 ഓർ ലോവർ എന്ന് പറയുന്ന കേസിനെ എനിക്ക് നോമിനൽ മിക്സിൽ കാറ്റഗറൈസ് ചെയ്യാം. നോമിനൽ മിക്സ്. M25 ആൻഡ് ഹയർ നമ്മൾ ഡിസൈൻ മിക്സിൽ കാറ്റഗറൈസ് ചെയ്യാം. M25ന് കോഡ് പറയുന്നില്ലെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്ത് കാണുന്നത് 1:1:2 എന്ന് പറയുന്ന റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് കറക്റ്റ് അല്ലേ? നോമിനൽ മിക്സ് കോൺക്രീറ്റ് മേ ബി യൂസ്ഡ് ഫോർ കോൺക്രീറ്റ് ഓഫ് M20 ഗ്രേഡ് ഓർ ലോവർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നെക്സ്റ്റ്, ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് മിക്സ് ഷുഡ് ബി ഈക്വൽ ടു ദി ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് പ്ലസ് 1.65 ടൈംസ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ ദ കേസ് ഓഫ് ഡിസൈൻ മിക്സ് കോൺക്രീറ്റ്. അതും കറക്റ്റ് ആണ്, അല്ലെ? ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് എന്താണ്? ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് എന്ന് ക്യുക്കായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടാർഗറ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ FCK പ്ലസ് 1.65 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതായത് എനിക്ക് M20 FCK വാല്യൂ M20 കിട്ടണം എന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ M20 മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ 10 ക്യൂബ് ഉണ്ടാക്കിയാൽ എനിക്ക് 5 എണ്ണം 20ക്ക് മുകളിൽ വാല്യൂ കിട്ടും, 5 എണ്ണം 20ക്ക് താഴെ കിട്ടും എന്ന് വിചാരിച്ചോ. ആവറേജ് വാല്യൂ M20 എന്ന് വിചാരിച്ചോ. പക്ഷെ ഈ 20ക്ക് താഴെ വരുന്ന വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല. കോഡ് പറയുന്നുണ്ട് നമുക്ക് എല്ലാ വാല്യൂവും നമുക്ക്, കാരണം നമ്മുടെ നോട്ട് മോർ ദാൻ 95% ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട് ആർ എക്സ്പെക്ടഡ് ടു ക്യാരക്ടറിസ്റ്റിക് ലോഡ് 95% ടൈംസ് അത് എക്സീഡ് ചെയ്യാൻ പാടില്ല. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് നോട്ട് മോർ ദാൻ 5% ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട്സ് ആർ എക്സ്പെക്ടഡ് ടു ഫോൾ ബിലോ എന്നൊക്കെ പറഞ്ഞാണല്ലോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 10 സാമ്പിൾ എടുത്തിട്ട് M20 ടാർഗറ്റ് ചെയ്ത് നമ്മൾ M20 ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ 5 എണ്ണം 20ക്ക് താഴെ പോയാൽ തന്നെ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്തിന്റെ ഡെഫിനിഷൻ മീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ടാർഗറ്റ് കൂട്ടും, അല്ലെ? M20 ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ടാർഗറ്റ് സ്ട്രെങ്ത് ആയിട്ട് 20 പ്ലസ് 1.65 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്യും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് വാല്യൂ കിടപ്പുണ്ട്. M20 25 ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4 ആണ്. അതിന് മുകളിലോട്ടാണെങ്കിൽ നമ്മൾ 5 ആണ് യൂസ് ചെയ്യുന്നത്. 6 യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങളും ഉണ്ട്. 20ക്ക് താഴെയാണെങ്കിൽ 3.5 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ ഹയർ ടാർഗറ്റ് സെറ്റ് ചെയ്യും. സോ ദാറ്റ് നമ്മുടെ ടാർഗറ്റിന്റെ താഴെ മുകളിലുമായിട്ട് നമുക്ക് സാമ്പിൾസ് കിട്ടുമെങ്കിലും 20ക്ക് താഴെ വരില്ല എന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഈ ഫോർമുല ശരിയാണെന്ന് പറയാം. ഓക്കെ, ഇതൊരു സിംഗിൾ സാമ്പിൾ സ്പേസിലാണ്. എന്നാൽ മൾട്ടിപ്പിൾ സാമ്പിൾസിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ 1.65 എന്ന് പറയുന്ന സാധനം 0.825 എന്ന രീതിയിൽ ഫോർമുല മാറുന്ന കണ്ടീഷനും നമ്മുടെ IS കോഡ് പറയുന്നുണ്ട്. അതായത് സിംഗിൾ സാമ്പിൾ സ്പേസും മൾട്ടിപ്പിൾ സാമ്പിൾ സ്പേസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഞാനൊരു
ഒരു ട്രേയിൽ ഞാൻ ഈ സിമെന്റും ഫൈനും കോഴ്സും എല്ലാം കൂടെ ഇട്ട് ഒരു വാട്ടർ കണ്ടന്റിൽ ഞാൻ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു 100 ക്യൂബ് ഉണ്ടാക്കുവാണെങ്കിൽ അത് സിംഗിൾ സാമ്പിൾ ആണ്. ഓക്കെ, കാരണം ഒരൊറ്റ ഇതിൽ നിന്നാണ് ഞാൻ അത്രയും ക്യൂബ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ അടുത്ത ട്രേയിൽ വീണ്ടും ഇതേപോലെ 100 ക്യൂബ് ഉണ്ടാക്കുവാണെങ്കിൽ അത് ഡിഫറെന്റ് സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ 2 ഡിഫറെന്റ് സാമ്പിളിൽ നിന്നാണ് എന്റെ കമ്പാരിസൺ വരുന്നുണ്ടെങ്കിൽ ഇക്വേഷൻ മാറും. ഒരു സിംഗിൾ സാമ്പിളിലാണെങ്കിൽ 1.65 എന്ന വേരിയേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ഓക്കെ, അപ്പൊ 5 ഓപ്ഷൻ എ. ആറാമത്തെ ക്വസ്റ്റ്യൻ. The design for limit state of collapse in flexure shall not be based on which of the following assumption? Okay, limit state of collapse IS 456 4 condition. Limit state of collapse flexure, shear, torsion and axial compression. അപ്പൊ എല്ലാത്തിലും അസംഷൻസ് ഉണ്ട്. എല്ലാത്തിലും അല്ല, പ്രധാനമായിട്ടും ഫ്ലെക്ചറിലും ആക്സിയൽ കംപ്രഷനിലുമാണ് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് വരുന്നത്. അപ്പൊ അവിടുത്തെ അസംഷൻസ് കോഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. പ്ലെയിൻ സെക്ഷൻ നോർമൽ ടു ദ ആക്സിസ് റിമെയിൻ പ്ലെയിൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ബെൻഡിങ്. ശരിയാണ്. അതായത് എൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു സെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ഞാൻ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എന്നോ ലാറ്ററൽ സെക്ഷൻ എന്നോ വിളിക്കുവാണെങ്കിൽ ബിഫോർ ബെൻഡിങ്ങും അത് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും, ആഫ്റ്റർ ബെൻഡിങ്ങും അത് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ അസംഷൻ എടുത്താൽ മാത്രമേ സ്ട്രെയിൻ വേരിയേഷൻ ലീനിയർ ആണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നോൺ ലീനിയർ സ്ട്രെയിൻ വേരിയേഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന അസംഷൻ ആണ്. ഇത് ഇല്ലാത്ത അസംഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. 2, ദ മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഇൻ ആക്സിയൽ കംപ്രഷൻ ഇസ് ടേക്കൺ ആസ് 0.002. ഇത് ശരിയായിട്ടുള്ള അസംഷൻ ആണ്. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, അത് ഫ്ലെക്ചറിനകത്ത് വരുന്ന അസംഷൻ അല്ല, അത് ആക്സിയൽ കംപ്രഷനകത്ത് വരുന്ന അസംഷൻ ആണ്. ഇവിടെ പേരിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ആക്സിയൽ കംപ്രഷൻ. ഓക്കെ, അപ്പൊ ആക്സിയൽ കംപ്രഷനിൽ വരുന്ന ഒരു കോൺക്രീറ്റിലെ മാക്സിമം സ്ട്രെയിൻ 0.002 ആണ് വരുന്നത്. അത് ഫ്ലെക്ചറിലുള്ള അസംഷൻ അല്ല. ഇതിനകത്ത് ഏതാണ് ഫ്ലെക്ചറിൽ ഇല്ലാത്ത അസംഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, വിച്ച് മീൻസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ സി നോക്കാം. ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ഇസ് ഇഗ്നോർഡ്. ഫണ്ടമെന്റലി നമ്മൾ യൂസ് ചെയ്യുന്ന അസംഷൻ. ദ മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് അറ്റ് ഔട്ടർ മോസ്റ്റ് കംപ്രഷൻ ഫൈബർ ഇസ് ടേക്കൺ ആസ് 0.0035 ഇൻ ബെൻഡിങ്. ഇതും നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മുടെ എക്സ്ട്രീം സ്ട്രെയിൻ വാല്യൂ എന്ന് പറയുന്നത് 0.0035 ആണ്. അപ്പോൾ കോളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത് മാത്രമാണോ നമ്മുടെ അസംഷൻ എന്ന് ചോദിച്ചാൽ അല്ല. ആക്സിയൽ കംപ്രഷനിൽ മാത്രമാണ് കോളം നിൽക്കുന്നതെങ്കിൽ മാക്സിമം സ്ട്രെയിൻ 0.002, കംപ്രഷൻ പ്ലസ് ബെൻഡിങ് ഉണ്ട്, ടെൻഷൻ സോൺ ക്രിയേറ്റ് ആവുന്നുമുണ്ടെങ്കിൽ എൻ്റെ മാക്സിമം സ്ട്രെയിൻ 0.0035. ടെൻഷൻ 0 ആയാലും എൻ്റെ മാക്സിമം സ്ട്രെയിൻ 0.0035. എന്നാൽ കംപ്രഷൻ പ്ലസ് ബെൻഡിങ്ങിൽ നിൽക്കുന്നു, ടെൻഷൻ സോൺ ഡെവലപ്പ് ആവുന്നില്ല. ബോത്ത് എക്സ്ട്രീം ഫൈബേഴ്സിൽ കംപ്രസീവ് സ്ട്രെയിനുകളാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ എൻ്റെ മാക്സിമം സ്ട്രെയിനിന്റെ അസംഷൻ 0.0035 മൈനസ് 0.75 ഇൻറ്റു എപ്സിലോൺ മിനിമം. ഈ അസംഷനും ഓർക്കുക. അപ്പോൾ സ്ട്രെയിനിന്റെ കേസിൽ കംപ്രഷനകത്ത് 3 വ്യത്യസ്തമായ അസംഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. അത് 3ഉം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ അത് ഓക്കെ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഇൻ ദ കേസ് ഓഫ് എ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം? ഓക്കെ, സ്റ്റീൽ പൊസസ്സസ് ഇനിഷ്യൽ സ്ട്രെസ് വെൻ എംബഡഡ് ഇൻ കോൺക്രീറ്റ്. സ്റ്റീല് കോൺക്രീറ്റിനകത്ത് എംബഡ് ചെയ്യുമ്പോൾ ഇനിഷ്യൽ സ്ട്രെസ് എടുക്കുമോ? ഇല്ല. ഇത് ആരെങ്കിലും അങ്ങനെ എടുക്കും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഓർത്ത് വെച്ചോ, എടുക്കില്ല. മാറ്റി പഠിക്കുക. കാരണം അങ്ങനെ പഠിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അൺക്രാക്ഡ് സെക്ഷനിലെ സ്റ്റീല് സ്ട്രെസ്ഡ് ആവുന്നില്ല. സ്റ്റീല് അകത്ത് തന്നെ ഇരിക്കുവാണ്. എപ്പോഴും ഞാൻ തിയറി ക്ലാസ്സിൽ പറയുന്ന ഈ ഒരു കാര്യമുണ്ട്, ആലോചിക്കുക. ഈ പേനയാണ് എൻ്റെ റീഇൻഫോഴ്സ്മെന്റ്, എൻ്റെ കൈയാണ് കോൺക്രീറ്റ്. ഇപ്പം നിങ്ങൾക്ക് പേന കാണാൻ പറ്റുന്നില്ല. കോൺക്രീറ്റ് ബെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ സ്റ്റീലിൽ യാതൊരുവിധ എഫക്റ്റ് ഉണ്ടാവുന്നില്ല, ഇതിനകത്തിരിക്കുന്ന സ്റ്റീലിൽ. എന്നാൽ ക്രാക്ക് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പേന കാണാൻ പറ്റുന്നുണ്ട്. ഈ ക്രാക്ക് ഓപ്പൺ ആയിട്ട് ഇത് പെട്ടെന്ന് ഇങ്ങനെ വെർട്ടിക്കലി ടിയർ ആയി പോവാതിരിക്കാൻ വേണ്ടി ഈ പേനയാണ് കോൺക്രീറ്റിനെ രണ്ടറ്റത്തുനിന്നും പിടിച്ചിങ്ങനെ വയ്ക്കുന്നത്. അങ്ങോട്ടും വലിച്ചു പോകാൻ പാടില്ല, ഇങ്ങോട്ടും വലിഞ്ഞു പോകാൻ പാടില്ല. അപ്പൊ എൻ്റെ ഈ കൈയാണ് ബേസിക്കലി ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് ആ കോൺക്രീറ്റിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുവാണ്.
അപ്പോഴാണ് അവിടെ സ്ട്രെസ് വരുന്നത്, അല്ലാത്ത പക്ഷം സ്ട്രെസ് വരുന്നില്ല. അൺക്രാക്ഡ് കോൺക്രീറ്റ് സെക്ഷനിലെ സ്റ്റീൽ ഡസൻറ്റ് എക്സ്പീരിയൻസസ് സ്ട്രെസ്. അപ്പൊ സ്റ്റീൽ പൊസസസ് ഇനിഷ്യൽ സ്ട്രെസ് വെൻ എംബഡഡ് ഇൻ കോൺക്രീറ്റ് എന്നുള്ളത് തെറ്റാണ്. ഓക്കെ. കംപ്രഷൻ ഇസ് ബോൺ ബൈ ദ കോൺക്രീറ്റ്. കംപ്രഷൻ സ്റ്റീൽ ഇസ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇസ് ഇഗ്നോർഡ് എന്ന കണ്ടീഷൻ പറയുന്നുണ്ട്. കംപ്രഷൻ കോൺക്രീറ്റ് തന്നെയാണോ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. സിംഗിളി റീൻഫോഴ്സ്ഡ് ബീമാണ്. അപ്പൊ കംപ്രഷൻ സൈഡിൽ റീൻഫോഴ്സ്മെന്റ് ഇല്ലെങ്കിൽ പോലും എനിക്ക് സ്റ്റിറപ്പ് ചെയ്യണമെങ്കിൽ ഹാങ്ങർ ബാർസ് വേണം. അപ്പൊ ഹാങ്ങർ ബാർസ് വേണമെന്നുണ്ടെങ്കിൽ കംപ്രഷൻ സോണിൽ റീൻഫോഴ്സ്മെന്റ് വരും. അപ്പോൾ അവിടെ വരുന്ന കംപ്രഷൻ എഫക്റ്റ് സ്റ്റീലിന് ഷെയർ ചെയ്യേണ്ടി വരും. സ്റ്റീൽ കംപ്രഷനിൽ വീക്ക് ആണെന്നൊന്നും പറഞ്ഞു വെക്കുന്നില്ല. സ്റ്റീല് ബക്കിൾ ആവാൻ സാധ്യതയുണ്ട്, പക്ഷെ ഇവിടെ എല്ലാ സൈഡിലും കോൺക്രീറ്റ് എംബഡഡ് ആയതുകൊണ്ട് ആ വെറിയും നമുക്ക് ഇല്ല. അപ്പൊ കംപ്രഷൻ ഇസ് ബോൺ ബൈ ദ കോൺക്രീറ്റ് എന്ന് പറയാൻ പറ്റില്ല. സ്റ്റീലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കംപ്രഷൻ സോണിൽ ഇരിക്കുന്ന സ്റ്റീല് അത് ചിലപ്പോൾ സിറപ്പിന്റെ രൂപത്തിലായിരിക്കാം. സിറപ്പിലാണെങ്കിൽ ഡയറക്റ്റ്ലി ആക്സിയൽ കംപ്രഷൻ വരില്ല, അല്ലെങ്കിൽ ഹാങ്ങർ ബാർസിന്റെ രൂപത്തിലായിരിക്കാം. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? അപ്പൊ കംപ്രഷൻ ഇസ് ബോൺ ബൈ ദ കോൺക്രീറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഇൻ ദ കേസ് ഓഫ് സിംഗിളി റീൻഫോഴ്സ്ഡ് ബീം? തെറ്റാണ്. കംപ്രഷൻ ഇസ് ബോൺ ബൈ ദ കോൺക്രീറ്റ്, ഇതും തെറ്റാവാനാണ് സാധ്യത. ഓക്കെ, നമുക്ക് മറ്റ് രണ്ടെണ്ണം നോക്കാം, കാരണം ഇത് കോൺട്രവേഴ്ഷ്യൽ ആയതുകൊണ്ട്. ഇലാസ്റ്റിക് മോഡുലൈ ഫോർ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ ഹാവ് ഡിഫറെന്റ് വാല്യൂസ് വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ഡിഫോർമേഷൻ ഓഫ് ദ ബീം. തെറ്റാണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി നമ്മൾ ഡിഫറെന്റ് വാല്യൂ ആക്കുന്നില്ല. ഷോർട്ട് ടേം ലോങ് ടേം മോഡുലസ് ഒക്കെ ഉണ്ട്. അത് ക്രീപ്പിനെയും ശ്രിങ്കേജിനെ അഡ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ്. അല്ലാത്ത പക്ഷം ഒറ്റ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് സ്റ്റീലേ ഉള്ളൂ, വിച്ച് ഇസ് 2.1 × 10⁵ ന്യൂട്ടൺ പെർ mm². കോൺക്രീറ്റ് ആണെങ്കിലും ഒറ്റ വാല്യൂ ഉള്ളൂ, വിച്ച് ഇസ് 5000 √FCK. അപ്പോൾ അതും തെറ്റാണ്. പ്ലെയിൻ സെക്ഷൻ ട്രാൻസ്ഫേഴ്സ് ടു ദ സെൻട്രൽ ലൈൻ ഓഫ് ദ ബീം ബിഫോർ ബെൻഡിങ് റിമെയിൻസ് പ്ലെയിൻ ആഫ്റ്റർ ബെൻഡിങ്. ഓക്കെ, അത് ബേസിക് അസംഷൻ. ആക്ച്വലി ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ശരിയാണ്, പിന്നെ നിങ്ങൾ ഒന്നും നോക്കാനില്ല. ഫ്ലെക്ചറിലെ ബേസിക് അസംഷൻ ആണ് ഇവിടെ ഓപ്ഷൻ ഡി ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം തെറ്റായേ പറ്റും. ഇപ്പോൾ ഓപ്ഷൻ ബി നമ്മൾ ഇവിടെ തള്ളിക്കളയുവാണേ, തെറ്റാന്ന് പറഞ്ഞിട്ട്. കാരണം കംപ്രഷൻ സൈഡിൽ എനിക്ക് ഹാങ്ങർ ബാർസ് എങ്കിലും ഉണ്ടാവണം. അപ്പൊ ഹാങ്ങർ ബാർസ് കുറച്ച് കംപ്രഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തേ പറ്റൂ. അപ്പൊ ഓപ്ഷൻ ഡി. അടുത്തത്, ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ദ മാക്സിമം സ്ട്രെയിൻ ഇൻ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ഇൻ ദ സെക്ഷൻ അറ്റ് ഫെയിലിയർ ഷാൽ നോട്ട് ബി ലെസ് ദാൻ. നമ്മുടെ ബേസിക് അസംഷൻ അല്ലേ. നമ്മൾ ഇവിടെ ഒരു ഫിഗർ നമ്മൾ വരച്ചല്ലോ കുറച്ച് മുന്നേ. ഇവിടുത്തെ ഇത് സ്ട്രെസ് പ്രൊഫൈലാണ്. ഇതിന്റെ കൂടെ ഞാൻ ഒരു സ്ട്രെയിൻ പ്രൊഫൈലും കൂടി പാരലലി വരച്ചാൽ ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രെയിൻ പ്രൊഫൈൽ വരുന്നത്. ഇവിടെ 0.0035, ഇവിടെ 0.002 പ്ലസ് 0.87 FY/ES. ഇതാണ് നമ്മുടെ കോഡിൽ എഴുതിയിരിക്കുന്ന വാല്യൂ, 0.87 FI/ES. അതായത് നമ്മുടെ ഈൽഡ് സ്ട്രെങ്തിനെ നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറായ 1.15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് 0.87 കിട്ടുന്നത്. ആക്ച്വലി FY ഡിവൈഡഡ് ബൈ 1.15 × ES. അതാണ് ഈ 0.87 FI/ES എന്ന് എഴുതിയിരിക്കുന്നത്, വിച്ച് ഇസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ. അപ്പോൾ എനിക്ക് ആ ഒരു ഗ്രാഫും കൂടി എനിക്ക് സിംപ്ലി ഇവിടെ കാണിക്കാം. സ്റ്റീല് HYSD സ്ട്രെസ് സ്ട്രെയിന് ഗ്രാഫ് വരയ്ക്കുന്നു. ഞാൻ ഈൽഡിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? 0.002 സ്ട്രെയിൻ ഞാൻ കണ്ടുപിടിക്കുന്നു. ഇതിന് പാരലായിട്ട് ഞാൻ വരച്ച ഒരു പോയിന്റിൽ കൊണ്ടുപോയി മീറ്റ് ചെയ്യുന്നു. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഞാൻ σy അഥവാ FY ഞാൻ ഫിക്സ് ചെയ്യുന്നു. ഇത് താഴോട്ട് ഡ്രോപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ റീജിയണിൽ 0.87 FY/ES റെപ്രസെന്റ് ചെയ്യാം. ഇത് 0.002. അപ്പോൾ ടോട്ടൽ സം എടുക്കുമ്പോൾ 0.002 പ്ലസ് 0.87 FY/ES. ഓക്കെ, ഓപ്ഷൻ എ. നെക്സ്റ്റ്, ഫോർ an RCC beam in the limit state design flexure, the limiting value of the depth of neutral axis for a Fe 415 grade of steel as per IS 456 is given as. ഓക്കെ, ഇത് സിമ്പിൾ ഡയറക്റ്റ് ചോദ്യമാണ്. നമ്മുടെ XU_max/D ആണ്, അല്ലെങ്കിൽ XU_max ആണ് ചോദിക്കുന്നത്. 0.53D ഉണ്ട്. XU_max എന്ന് പറയുന്നത് 0.48D ഉണ്ട്. XU_max എന്ന് പറയുന്നത് 0.53
46D ഉണ്ട്. FE 250, FE 415, FE 500. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതുന്നത്. ഇവിടെ ചോദ്യം FE 415 ആണ്, വിച്ച് മീൻസ് 0.48, ഓപ്ഷൻ ബി. ഇതും ആക്ച്വലി ഗ്രേഡ് ഓഫ് സ്റ്റീൽ ഇപ്പൊ FE 550 യൂസ് ചെയ്താലോ, അല്ലെങ്കിൽ വേറെ 550 ആണ് കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. നമ്മൾ ആകെ കോഡിൽ 250, 415, 500 മാത്രമാണ് നമ്മൾ പറയുന്നത്. 550 യൂസ് ചെയ്താൽ ഇത് എങ്ങനെ മാറും എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ അങ്ങനെ എങ്ങനെ മാറും എന്നറിയണമെങ്കിൽ ഞാൻ ആ സ്ട്രെയിൻ പ്രൊഫൈലിൽ നിന്ന് തന്നെ തുടങ്ങണം. ആ സ്ട്രെയിൻ പ്രൊഫൈല് എൻ്റെ ന്യൂട്രൽ ആക്സസ് ഇവിടെ 0.0035, 0.002 plus 0.87 FY/ES XU max D. ഇവിടെ സിമിലർ ട്രയാങ്കിൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് XU മാക്സിന് ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഹിന്റ് ഞാൻ ഇവിടെ ഇട്ട് തരാം. 0.002 plus 0.87 FY/ES divided by D minus XU max equal to 0.0035 by XU max. ഓക്കെ, ഇത് യൂസ് ചെയ്താൽ മതി. ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് XU max ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാം. ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അൺനോൺ ആയിട്ട് FYയും ESഉം ആയിരിക്കും ഉണ്ടാവുന്നത്. ആ FYക്ക് ഏതാണോ ഈൽഡ് സ്ട്രെങ്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി 2 × 10⁵ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ആണിത്. അപ്പോൾ നമുക്ക് ഗ്രേഡ് ഓഫ് സ്റ്റീൽ മാറുന്ന അനുസരിച്ച് ആ റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമുക്ക് ഏത് സിറ്റുവേഷൻ വേണോ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Statistical based quality control for concrete is carried out for a highway project in which 37 concrete samples were tested randomly. The average strength was found to be 40 MPa with a square of deviation of 400 MPa square. What is the standard deviation of the test sample? Okay, അപ്പോൾ ചെയ്തു നോക്കണം ഇത്. In which 37 concrete samples. ഓക്കെ, നമുക്ക് ആദ്യം ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ പറഞ്ഞ് തുടങ്ങാം. എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ് ഞാൻ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് വേറെ എന്താണ്, സ്ക്വയർ ഓഫ് ഡീവിയേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ചുമ്മാ കുറച്ച് സാമ്പിൾസും ചുമ്മാ കുറച്ച് നമ്പേഴ്സും എഴുതുവാണ്. ഇവിടെ 1, 2, 3, 4, 5. ഓക്കെ, ഞാനിവിടെ ഒരു നമ്പർ എഴുതുന്നു വിച്ച് ഇസ് 10. ഇവിടെ 15, 25 ആയേ. വീണ്ടും 20, 15, 10. 5 റാൻഡം റീഡിങ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ 20, 30, 40, 40 + 30, 70 അല്ലേ. 20, 30, 50, 60, 70. ഓക്കെ, 35, 25, 25, 50, 70, 70. ഓക്കെ, 70 ആണ് എൻ്റെ സമ്മ്. ഡിവൈഡഡ് ബൈ എത്ര സാമ്പിൾ ഉണ്ട്? 5. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഒരു ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് എൻ്റെ മീൻ വാല്യൂ. ഇപ്പോൾ മീൻ വാല്യൂ ഞാൻ ഇവിടെ XI എന്നിട്ട് കഴിഞ്ഞാൽ എനിക്ക് മീൻ വാല്യൂവിൽ നിന്ന് ഓരോന്നിൻ്റെയും വേരിയേഷൻ എത്രയാണെന്ന് നോക്കാം. ഓരോന്ന് ഇപ്പോൾ XI ഇപ്പോൾ മീൻ വാല്യൂ 10, 20, 25, 50, 70, 70 ഡിവൈഡഡ് ബൈ 5, 12 അല്ലേ? 12 അല്ല, 14. അപ്പോൾ 14 നിന്ന് ഇവിടെ വേരിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 10 - 14 -4, 15 - 14, 15 - 14 1, 20 - 14 6, 15 - 14 1, 10 - 14 -4. ഓക്കെ, അപ്പോൾ ഓരോ ക്വാണ്ടിറ്റിയും മീനിൽ നിന്ന് എത്രത്തോളം വേരി ചെയ്യുന്നു എന്നാണ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്.
പക്ഷേ അത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരുന്നതുകൊണ്ട് എനിക്ക് അത് എല്ലാം ഒരു സിംഗിൾ ഇതിലോട്ട് മാറ്റണം. അപ്പം ഞാൻ ഇതിനെ സ്ക്വയർ ചെയ്യുവാണ്. ഇത് മാത്തമാറ്റിക്കലി ഇത് അപ്പോൾ ഇത് 16 ആവും, ഇത് 1 ആവും, ഇത് 36 ആവും, ഇത് 1 ആവും, ഇത് 16 ആവും. അപ്പോൾ 16 പ്ലസ് 16 32 പ്ലസ് 36 68 69 70 അല്ലേ? 30 60 66 67 68 70. ഓക്കെ, അപ്പോൾ എനിക്ക് സ്ക്വയർ 70 കിട്ടി. അപ്പോൾ സ്ക്വയർ 70 കിട്ടിയെങ്കിൽ എനിക്ക് അതാണ് എൻ്റെ ഇവിടെ അവർ പറയുന്ന 400 എന്ന് പറയുന്നത്. ഇവിടെ ആവറേജ് എന്ന് പറയുന്നത് 40. അതാണ് എൻ്റെ മീൻ. എൻ്റെ മീൻ എന്ന് പറയുന്നത് എൻ്റെ ഫോർ ദി ഗിവൺ ക്വസ്റ്റ്യൻ മീൻ എന്ന് പറയുന്നത് 40. ഓക്കെ, എൻ്റെ വേരിയേഷൻ സ്ക്വയർ ഓഫ് ഡീവിയേഷൻ, വേരിയേഷൻ അല്ല, എൻ്റെ സ്ക്വയർ ഓഫ് ഡീവിയേഷൻ ഓരോ ക്വാണ്ടിറ്റിയും മീനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നത് ഇത്രയും വാല്യൂസ് ആണ്. അപ്പോൾ അതിൻ്റെ സമ്മ് സ്ക്വയർ ചെയ്ത് ഞാൻ സം ചെയ്യുന്നു. അപ്പോൾ എൻ്റെ സ്ക്വയർ ഓഫ് ഡീവിയേഷൻ ഈ വാല്യൂ അല്ല ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ സ്ക്വയർ ഓഫ് ഡീവിയേഷൻ ഇവിടെ 400 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്മ xi മൈനസ് എക്സ് ഡാഷ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 400 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡിവൈഡഡ് ബൈ n ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. എനിക്ക് വേരിയൻസ് കിട്ടും. അപ്പോൾ വേരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് ഇവിടെ ഡിവൈഡഡ് ബൈ n ചെയ്യുക. അപ്പോൾ 400 ഡിവൈഡഡ് ബൈ n ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേരിയൻസ് കിട്ടും. അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഇവിടെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. എന്നാൽ ചില മാത്തമാറ്റിക്കൽ കേസിനകത്ത് n-1 കൊണ്ടും ഡിവൈഡ് ചെയ്യുന്ന കാണാൻ പറ്റും. n-1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എനിക്ക് വേരിയൻസിനെ കുറച്ചും കൂടെ വൈഡർ ആക്കി എടുക്കാനാണ്. എസ്പെഷ്യലി നമ്മുടെ കോൺക്രീറ്റിനകത്ത് നമ്മൾ ആ അൺസർട്ടനിറ്റി കൂടുതലായതുകൊണ്ട് നമ്മൾ n-1 കൊണ്ടാണ് ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ n-1 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു, എനിക്ക് വേരിയൻസ് കിട്ടുന്നു. അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ്? 400 ഇൻ വിച്ച് 37 കോൺക്രീറ്റ് സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 37 കോൺക്രീറ്റ് സാമ്പിൾസ് 400 ഡിവൈഡഡ് ബൈ 36 ദ ഹോൾ റൂട്ട് അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടും എന്ന് നമുക്ക് നോക്കാം. 9 10 0 അല്ലേ? ഓക്കെ, 10 0 100 ഡിവൈഡഡ് ബൈ 9 10 by 3 which is 3.33. 3.33 ആണ് എൻ്റെ ആൻസർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ടെസ്റ്റ് സാമ്പിൾ ഇസ് 3.33. അപ്പോൾ ഇവിടെ എപ്പോഴും ഒരു കാര്യം ഓർത്തോണേ, നമ്മളിത് കണ്ടുപിടിക്കുന്ന സിറ്റുവേഷനകത്തെ നമ്മളൊരു n ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ സം എടുത്ത് ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ അതിൻ്റെ മീൻ കണ്ടുപിടിക്കും. എന്നിട്ട് മീനിൽ നിന്ന് ഓരോ ക്വാണ്ടിറ്റിയും എത്രയാണ് ഡീവിയേറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സമ്മ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വളരെ ചെറിയ വാല്യൂ കിട്ടും. കാരണം നെഗറ്റീവും പോസിറ്റീവിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു സ്പെസിഫിക് റീസൺ കൊണ്ട് ഞാൻ ഇതിനെ സ്ക്വയർ ചെയ്തിട്ട് സം ചെയ്യും. സ്ക്വയർ ചെയ്തിട്ട് സം ചെയ്തിട്ട് n കൊണ്ട് ഞാൻ അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്താൽ എനിക്ക് വേരിയൻസ് കിട്ടേണ്ടതാണ്. അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടേണ്ടതാണ്. പക്ഷേ ചില കേസുകളിൽ നമ്മൾ n-1 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. കോൺക്രീറ്റ് ടെക്നോളജിയിൽ നമ്മൾ ഇവിടെ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എല്ലാം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് n-1 കൊണ്ടാണ്. അപ്പോൾ n-1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാം വാല്യൂ കൂടും. കാരണം ഡിനോമിനേറ്റർ കുറയുവാണ്. അപ്പോൾ വേരിയൻസിനെ കുറച്ചും കൂടി ഓവർ എസ്റ്റിമേറ്റ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഇവിടെ ഉദ്ദേശം. അപ്പോൾ അതിൽ നിന്ന് എനിക്കിവിടെ 3.33 MPa 10 ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ്സ് പ്രൊവൈഡ്സ് ഡിസൈൻ ഡെഡ് ലോഡ്സ് ഫോർ ബിൽഡിംഗ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്? ഓക്കെ, ഇപ്പോൾ 875 4 വേർഷൻസ് ഇവിടെ കിടപ്പുണ്ട്. 4 പാർട്ട്, വേർഷൻസ് അല്ല, 4 പാർട്ട് ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് 5 പാർട്സ് ആണ് വരുന്നത്. 875 പാർട്ട് 1 ഡെഡ് ലോഡ്, അതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. പാർട്ട് 2 ലൈവ് ലോഡ്, പാർട്ട് 3 വിൻഡ് ലോഡ്, പാർട്ട് 4 സ്നോ ലോഡ്, പാർട്ട് 5 സ്പെഷ്യൽ കേസ് ആൻഡ് കോമ്പിനേഷൻസ്.
അപ്പോൾ എർത്ത് ലോഡ് ഇവിടെ വരുന്നില്ല എന്ന് ഓർക്കുക. 1893 ആണ് എർത്ത് ലോഡ് ഇൻ ബിൽഡിംഗ്സിനെ പറ്റി സംസാരിക്കുന്നത്. 13920 ആണ് ഡക്ടൈൽ ഡീറ്റെയിലിങ്ങിനെ പറ്റി സംസാരിക്കുന്നത്. ഓക്കെ, if W is the load per unit area on a circular slab of radius R, then the maximum radial moment per unit width of slab of a simply supported slab is equal to, okay, maximum radial moment per unit width. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് സർക്കുലർ സ്ലാബിന്റെ ഡിസൈനിൽ. ഫോർമുല കുറച്ച് വലുതാണ്. നമ്മൾ ഈ ഫോർമുല തന്നെ റെഡ്യൂസ് ചെയ്യുന്നത് തന്നെ, വലുതെന്ന് പറഞ്ഞാൽ ഒരുപാട് വലുതൊന്നുമല്ല, റെഡ്യൂസ് ചെയ്യുന്നത് പോയ്സൺസ് റേഷ്യോ 0 എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തുകൊണ്ടാണ്. നമ്മൾ പ്രോബ്ലത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സർക്കുലർ സ്ലാബ് യൂഷ്വലി ആരും ബിടെക്കിന് പഠിക്കാറില്ല. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഈ ഒരു രണ്ട് കേസ് മാത്രമായിട്ട് ഓർത്താൽ മതി. സിംപ്ലി സപ്പോർട്ടഡ് കണ്ടീഷൻ വിത്ത് പോയ്സൺസ് റേഷ്യോ അസ്യൂംഡ് ആസ് 0 എന്ന് പറഞ്ഞാൽ എൻ്റെ മാക്സിമം റേഡിയൽ മൊമെന്റ് പെർ യൂണിറ്റ് വിത്ത് 3WR²/16 ആണ്. ഓർത്തോളണം, ചില മൾട്ടിപ്പിൾ എക്സാംസിൽ ഇത് കണ്ടിട്ടുണ്ട്. ഇത് ഫിക്സഡ് കണ്ടീഷനിലാണ് വരുന്നതെങ്കിൽ WR²/16. ഓക്കെ, സർക്കുലർ സ്ലാബിലെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ്. 13. A slab which is assumed to act as a compression flange of a T-beam or L-beam shall satisfy which of the following conditions? Conditions illa. Okay. First option. If the main reinforcement of the slab is parallel to the beam, the shear reinforcement shall not be less than 50% of the main reinforcement at midspan of the slab. Option B. Similarly, എനിക്ക് ഓപ്ഷൻ സി ഉണ്ട്, ഒരു ഓപ്ഷൻ ഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി IS കോഡിലെ ഒരു ക്ലോസ് ആണ്. എക്സാക്ട്ലി ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ക്ലോസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതേപോലെ ഒരു ഓപ്ഷനിൽ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ പേർപ്പസ് എന്ന് പറയുന്നത്. എന്നാൽ ആ ക്ലോസിന്റെ കൂടെ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ചോദ്യം ഇതാണ്: ഒരു സ്ലാബ് ഇസ് അസ്യൂം ടു ആക്ട് ആസ് എ കംപ്രഷൻ ഫ്ലാഞ്ച് ഓഫ് എ ടി ബീം ഓർ എൻ എൽ ബീം. ഒരു ടി ബീമിന്റെയോ എൽ ബീമിന്റെയോ കംപ്രഷൻ ഫ്ലാഞ്ച് ആയിട്ട് ഒരു സ്ലാബ് ആക്ട് ചെയ്യണമെങ്കിൽ എന്ത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? ഓക്കെ, ഇപ്പൊ ഞാനൊരു എൽ ബീം, ഒരു ടി ബീം, ഒരു ടി ബീം, ഒരു എൽ ബീം. അപ്പൊ എനിക്ക് ഇവിടെ ടി രണ്ട് എൽ അറ്റത്തും ഉണ്ട്. ഞാൻ ഇവിടെ സ്ലാബും ഇതും കൂടി ചേർത്ത് ഒരു മൊത്തം ടി ബീം കോൺഫിഗറേഷൻ ആയിട്ട് മാറ്റി. ഓക്കെ, അപ്പൊ ഈ സ്ലാബ് ടി ബീമിന്റെ കംപ്രഷൻ ഫ്ലാഞ്ച് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷനാണ്. ഒന്നാമത്തെ കണ്ടീഷൻ വളരെ സിമ്പിൾ ആണ്. അത് ഒരു വാല്യൂയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് രണ്ടും മോണോലിത്തിക്കലി കാസ്റ്റ് ചെയ്യണം. ഒരുമിച്ച് കാസ്റ്റ് ചെയ്താലാണ് ഇത് സ്ലാബ് നമ്മുടെ കംപ്രഷൻ ഫ്ലാഞ്ച് ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യുന്നത്, വിച്ച് ഇസ് മോസ്റ്റ് ഓഫ് ദ കേസ് ഇത് സംഭവിക്കുന്നു. രണ്ടാമത്തെ കണ്ടീഷനാണ് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലോസ്. ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ്. ഇഫ് ദ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഓഫ് ദ സ്ലാബ് ഇസ് പാരലൽ ടു ദി ബീം. ഓക്കെ, മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഓഫ് ദ സ്ലാബ് പാരലൽ ടു ദി ബീം ആണ് ആ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇതൊരു വൺ വേ സ്ലാബ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഏരിയ ഫോക്കസ് ചെയ്യുവാണ്. ഈ ഏരിയ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് എൻ്റെ സ്ലാബിൻ്റെ പോർഷൻ. വൺ വേ സ്ലാബിൻ്റെ പാർട്ടായിട്ട് തന്നെ പറയാം. ഇതാണ് എൻ്റെ സ്ലാബ്. ഇവിടെ എനിക്ക് ബീം വരുന്നുണ്ട്. ഇതെല്ലാം ബീമിൻ്റെ പോർഷനാണ്. ഓക്കെ, അപ്പൊ ഈ ബീം റീജിയണിൽ സ്ലാബ് സപ്പോർട്ടഡ് ആണ്. ഈ റീജിയണിൽ സ്ലാബ് സപ്പോർട്ടഡ് ആണ്. ഇപ്പുറത്തെ സൈഡിൽ സപ്പോർട്ട് ഇല്ല. അപ്പോൾ ഒരു വൺ വേ സ്ലാബിന്റെ കണ്ടീഷൻ. അപ്പോൾ വൺ വേ സ്ലാബ് ബെൻഡ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഷോർട്ടർ സ്പാനിലാണ് ബെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വൺ വേ സ്ലാബിലെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. എൻ്റെ വൺ വേ സ്ലാബിലെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് പോകുന്നത്. ഓക്കെ, നമ്മുടെ ആൻസർ പെർപെൻഡിക്കുലർ അല്ല, ശ്രദ്ധിക്കുക. പാരലൽ എന്ന് തന്നെയാണ് നമ്മുടെ കോഡിലെ ക്ലോസ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഓഫ് ദ സ്ലാബ് ഇസ് പാരലൽ ടു ദി ബീം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഓഫ് ദ സ്ലാബ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ ബീം എന്നാണ്, അല്ല പാരലൽ ടു ദി ബീം. ഓക്കെ, ആദ്യത്തെ ഓപ്ഷനും പാരലൽ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഓക്കെ,
അപ്പോൾ പാരലൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഇത് എൻ്റെ ബീമിന് പാരലൽ അല്ലല്ലോ, ഈ റീഇൻഫോഴ്സ്മെന്റ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷേ എനിക്ക് ഒരു കണ്ടിന്യൂസ് ബീമിൽ ഒരു ബീം ഒരു പെർട്ടിക്കുലർ ലെങ്തിൽ കൂടുതൽ നീളമുണ്ടെങ്കിൽ ലാറ്ററൽ ബക്ലിങ്ങിനുള്ള സാഹചര്യമുണ്ട്. അതിന് നമ്മൾ ഒരു സ്ലെൻഡർനെസ് ക്രൈറ്റീരിയ ഒക്കെ നമ്മുടെ കോഡിൽ പറയുന്നുണ്ട്. 25B അല്ലെങ്കിൽ 60B, സിംപ്ലി സ്കാൻഡിലിവർ ആൻഡ് സിംപ്ലി സപ്പോർട്ടഡിനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രോസ് ബീംസ് കൊടുക്കും. ക്രോസ് ബീംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ബീംസ് കാണും. ഇത് മുറിക്കാനായിട്ട് ക്രോസ് ബീംസ് ഉണ്ടാവും. മെയിൻ ബീമിനേക്കാൾ കുഞ്ഞു ഡയമെൻഷനിലുള്ള ബീമായിരിക്കും ഈ ക്രോസ് ബീംസ് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ചെസ് ബോർഡ് പോലത്തെ രീതിയിൽ ഒരു കോൺഫിഗറേഷൻ കിട്ടുന്നത് റൂഫ് സ്ലാബിന്റെ. അപ്പൊ ഈ ക്രോസ് ബീംസിനെ സംബന്ധിച്ച് ക്രോസ് ബീംസും ഒരു ടി ബീം പോലെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. സ്ലാബ് അതിന്റെ കംപ്രഷൻ ഫ്ലാഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ ക്രോസ് ബീംസിനെ സംബന്ധിച്ച് ഈ റീഇൻഫോഴ്സ്മെന്റ് പാരലൽ ആണ്. അപ്പൊ ഈ ക്ലോസ് പറഞ്ഞിരിക്കുന്നത് ക്രോസ് ബീംസിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട്. ഓക്കെ, അങ്ങനെ പാരലായിട്ട് വരുവാണെങ്കിൽ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ്, അതായത് എന്താണ് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ്? എന്റെ സ്ലാബിന്റെ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 60% ഓഫ് ദ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് അറ്റ് ദ മിഡ് സ്പാൻ ഓഫ് ദി സ്ലാബ്. എന്റെ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ സ്ലാബിന്റെ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകുന്ന സാധനമാണ്. എന്റെ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 60% ഓഫ് ദ മെയിൻ റീഇൻഫോഴ്സ്മെന്റ്. മെയിൻ റീഇൻഫോഴ്സ്മെന്റിന്റെ 60%-ൽ കുറയാൻ പാടില്ല. എവിടെയാണ്? അറ്റ് ദ മിഡ് സ്പാൻ ഓഫ് ദി സ്ലാബ്. സ്ലാബിന്റെ മിഡ് സ്പാനിനകത്ത് കുറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്ലോസ് ശ്രദ്ധിച്ചോളണം. ഇത് ഓപ്ഷൻ സി ആണ് എനിക്ക് ഇവിടുത്തെ ആൻസർ. എക്സാക്ട്ലി IS കോഡിലെ ഒരു ക്ലോസ് ആണ് ടി ബീം സെക്ഷൻസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്ലോസ് സിമ്പിൾ ആണ്. സ്ലാബും ബീമും മോണോലിത്തിക്കലി കാസ്റ്റ് ചെയ്താൽ അത് കംപ്രഷൻ ഫ്ലാഞ്ച് ആയിട്ട് ആക്ട് ചെയ്യും. രണ്ടാമത്തെ ക്ലോസ് പറഞ്ഞിരിക്കുന്നത് മെയിൻ ബീംസിനല്ല, എൻ്റെ സെക്കൻഡറി ബീംസ് അല്ലെങ്കിൽ എൻ്റെ ക്രോസ് ബീംസിനാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 14 അല്ല, 14 അല്ല 15 നമ്പർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ചോദ്യം: A continuous beam ABCD as shown in figure is subjected to UDL W kilonewton per meter over all span. What is the moment that supports C due to dead load WD and live load WL as per IS 456-2000? Okay. അപ്പോൾ ഇവിടെ ആക്ച്വലി ക്വസ്റ്റ്യൻ ഒരു പഴയ PYQ ആണ്. ഇവിടെ ക്വസ്റ്റ്യനകത്ത് ചെറിയൊരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോ എന്തുവാന്ന് നമുക്ക് പറഞ്ഞിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പേര് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ മൊമെന്റ് കോഎഫിഷ്യന്റിന്റെ ഒരു ടേബിൾ കിടപ്പുണ്ട് IS 456-നകത്ത് നിന്ന്. ആ ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ വാല്യൂസ് വരുന്നത്. അപ്പൊ ആ ടേബിൾ എടുക്കണമെങ്കിൽ പറയുന്ന 1-2 ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് ആണ് ഞാൻ ആദ്യം ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, സ്പാന് മോർ ദാൻ 3 ആയിരിക്കണം. ഇവിടെ അത് മീറ്റ് ചെയ്യുന്നില്ല. സ്പാന് മോർ ദാൻ 3 അല്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നവും. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അത് യൂസ് ചെയ്യാം. കാരണം ഓപ്ഷൻസ് എല്ലാം അങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ കോഎഫിഷ്യന്റിന്റെ ബേസിസിലാണ്. 2, ലോഡ് UDL ആയിരിക്കണം. ലോഡ് UDL ആണ്. സ്പാൻ ഐഡന്റിക്കൽ ആയിരിക്കണം. കാര്യമായിട്ടുള്ള വ്യത്യാസം വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാം ഐഡന്റിക്കൽ ആണ്. ചെറിയ വ്യത്യാസം അഫോർഡബിൾ ആണ്. 75% എങ്കിലും സിമിലാരിറ്റി വേണം. പക്ഷെ ഇവിടെ എല്ലാം എക്സാക്ട്ലി സെയിം ആണ്. അപ്പൊ ഇവിടെ നമുക്ക് സപ്പോർട്ട് സിയിലെ മൊമെന്റ്സ് ആണ് വേണ്ടത്. സപ്പോർട്ട് സി എന്ന് പറയുമ്പോൾ ഒരു ഇന്റേണൽ ആയിട്ടുള്ള സപ്പോർട്ടാണ്. അതിലൊരു ഹോഗിങ് മൊമെന്റ് ആയിരിക്കും ഉണ്ടാവുന്നത്, നെഗറ്റീവ് മൊമെന്റ് ആയിരിക്കും. ഓപ്ഷൻസ് മൊത്തം നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് വെച്ച് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ നമ്മുടെ കോഎഫിഷ്യന്റിന്റെ കേസസ് പറയാം. ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ഇമ്പോസ്ഡ്, ലൈവ് ലോഡ് അല്ല ഇമ്പോസ്ഡ്, ഡെഡ് ലോഡ് പ്ലസ് ഇമ്പോസ്ഡ് ലോഡ് ഫിക്സ്ഡ്, ഇവിടെ ഫ്രീ മൂവിങ് കണ്ടീഷൻ. സ്പാൻ മൊമെന്റ്സ് പറയുന്നുണ്ട്, സപ്പോർട്ട് മൊമെന്റ്സ് പറയുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, സ്പാനിൽ ഇവര് കോഎഫിഷ്യന്റ് പറയുന്നത് എൻഡ് സ്പാൻ. ഇവിടെ എൻഡ് സ്പാൻ എന്ന് പറയുമ്പോൾ ഏതാണ്? AB-യും CD-യും. എൻഡ് സ്പാനിന്റെ മിഡ്. ഓക്കെ, ഇത് സ്പാൻ നെക്സ്റ്റ് ടു എൻഡ് സ്പാൻ.
എൻഡ് സ്പാൻ അല്ലെങ്കിൽ ഇന്റീരിയർ സ്പാൻ, അതിന്റെ മിഡ് ഇന്റീരിയർ സ്പാൻ. ഇപ്പൊ ഇവിടെ എൻഡ് സ്പാനിൽ സ്വാഭാവികമായിട്ടും അസിമെട്രിയുടെ ബേസിസിൽ നമുക്ക് മൊമെന്റ് കൂടുതലായിരിക്കും, വിച്ച് ഇസ് 1/12 കോയിഫിഷ്യന്റ്. പോസിറ്റീവ് ആണ് സാഗിങ് മൊമെന്റ്. ഇവിടെ 1/16. ഓക്കെ, നമുക്ക് സ്പാൻ അല്ല ചോദിച്ചിരിക്കുന്നത്, നമുക്ക് സപ്പോർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് അവർ എൻഡ് സപ്പോർട്ടിനെ പറ്റി മിണ്ടുന്നില്ല. കാരണം എൻഡ് സപ്പോർട്ട് ഫിക്സ്ഡ് ആവാം, പിൻഡ് ആവാം, അതുകൊണ്ട് വേരിയിങ് ആയതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ക്ലോസ് പറയുന്നില്ല. അവർ പറയുന്നത് സപ്പോർട്ട് നെക്സ്റ്റ് ടു എൻഡ് സപ്പോർട്ട്, നെക്സ്റ്റ് ടു എൻഡ് സപ്പോർട്ട്. സപ്പോർട്ട് നെക്സ്റ്റ് ടു എൻഡ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ബിയും സിയും, അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് -1/10. ഓക്കെ, പിന്നെ അതർ ഇന്റീരിയർ സപ്പോർട്ട് എന്നാണ് പറയുന്നത്. അതർ ഇന്റീരിയർ സപ്പോർട്ട് അവിടെ -1/12 എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ നമുക്ക് അങ്ങനെ അതർ ഇന്റീരിയർ സപ്പോർട്ട് നമുക്ക് ഇവിടെ കാണിക്കാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ 4 സ്പാൻ ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ഇനി അതേപോലെ മൂവിങ് കേസിൽ വരുമ്പോൾ, ലൈവ് ലോഡ് ഇമ്പോസ്റ്റ് ഫ്രീ കണ്ടീഷനിൽ വരുമ്പോൾ ഇവിടെ 1/10, 1/12, ഇവിടെ -1/9, ഇവിടെ -1/9. ഓക്കെ, നമ്മുടെ സി എന്ന് പറഞ്ഞ ടേമിലോട്ട് സപ്പോർട്ടിലോട്ട് പാലിക്കുന്ന അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആവുന്ന കോയിഫിഷ്യന്റ് -1/10ഉം -1/9ഉം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാം ഓപ്ഷൻ എ. ഡെഡ് ലോഡിന് -1/10 WL², മറ്റേതിന് -1/9 WL². ലോഡ് UDL ആണെങ്കിൽ ആ കോൺസ്റ്റന്റ് അതേപടി അതേപടി നമ്മൾ WL² നമ്മൾ യൂസ് ചെയ്യാം. ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് ഇവിടെ ആൻസർ വരുന്നത്. പ്രൊവൈഡഡ്, ശ്രദ്ധിക്കുക, ഇത് 4 സ്പാൻ വേണം, എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ആയിട്ട് ജസ്റ്റിഫയബിൾ ആവാൻ പറ്റത്തുള്ളൂ. നമുക്കിവിടെ 3 സ്പാനേ ഉള്ളൂ. ഓക്കെ, സി അല്ലേ ചോദിച്ചിരിക്കുന്നത്, നമുക്ക് സി. അടുത്ത ചോദ്യം. A two-way continuous slab with a mild steel reinforcement is having a span of 3 meters and a load of 2 kilonewton per meter square. As per IS 456-2000, generally, the span to overall depth ratio to satisfy the vertical deflection limit for the slab is assumed as L/D ratio. L/D ratio വളരെ ഇമ്പോർട്ടന്റ്. എന്തുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആവുന്നു? റിയാലിറ്റിയിൽ എല്ലാ ഡിസൈനും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് L/D റേഷ്യോ ആണ്. മറന്നു പോകണ്ട. നമുക്ക് ഒരു ആർക്കിടെക്ട് ഒരു ഡ്രോയിങ് തരുമ്പോൾ നമുക്ക് ഒരു റൂം ആണെന്നുണ്ടെങ്കിൽ ആ റൂമിന്റെ ഡയമെൻഷൻ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. പിന്നെ അവൈലബിലിറ്റി, അപ്പൊ അതനുസരിച്ചായിരിക്കും എന്റെ ബീമിന്റെ സ്ലാബിന്റെ ഒക്കെ ലെങ്ത് വരുന്നത്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാൻ പോകുന്ന ഏക സാധനം സ്പാൻ ആണ്. ലോഡ് നമ്മൾ എടുക്കണം, ഡെപ്ത് നമ്മൾ തീരുമാനിക്കണം. എവറി ഡിസൈൻ ഓഫ് ബീം, സ്ലാബ് എല്ലാം സ്റ്റാർട്ട്സ് വിത്ത് an L/D റേഷ്യോ. ബിടെക്കിന് നമുക്ക് അങ്ങനെ ആയിരിക്കണമെന്നില്ല തുടങ്ങുന്നത്. ബിടെക്കിന് അവർ ചിലപ്പം മൊമെന്റ് വന്നിട്ട് AST കണ്ടുപിടിക്കാൻ പറയും, AST വന്നിട്ട് തിരിച്ച് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ എന്ത് വേണോ ചോദിക്കും. അപ്പൊ L/D റേഷ്യോ സിംപ്ലി കാന്റിലിവർ 7, സിംപ്ലി സപ്പോർട്ടഡ് 20, കണ്ടിന്യൂസ് 26. ഇത് പറയുന്നതിന്റെ കൂടെ ഒരു കണ്ടീഷനും കൂടി അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇത് സിംഗിളി റീൻഫോഴ്സ്ഡ് ബീമിനും ഡബിളി റീൻഫോഴ്സ്ഡ് ബീമിനും 1-way സ്ലാബിനും യൂസ് ചെയ്യാം. 2-way സ്ലാബിന് യൂസ് ചെയ്യാം, പക്ഷേ സ്പാന് 3.5 മീറ്ററിൽ താഴെയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഏതെങ്കിലും ഒരു സ്പാൻ 3.5 മീറ്ററിൽ താഴെയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇവിടെ 2-way സ്ലാബാണ്, സ്പാന് 3.5 മീറ്റർ താഴെയാണ്, ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ 1-way സ്ലാബും സിംഗിൾ റീൻഫോഴ്സ്ഡ് ബീമും ഡബിൾ റീൻഫോഴ്സ്ഡ് ബീമിനെയും യൂസ് ചെയ്യാം. ഒരു കണ്ടീഷനും കൂടിയുണ്ട്, നമ്മുടെ സ്പാന് <= 10 മീറ്റർ ആയിരിക്കണം. അല്ല, സ്പാന് <= 10 മീറ്ററിന് മുകളിലാണെങ്കിൽ നമ്മൾ ഒരു മോഡിഫിക്കേഷൻ ഫാക്ടർ ഇവിടെ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം സ്പാന് 15 മീറ്റർ ആണെന്ന് വിചാരിച്ചോ. 15 മീറ്റർ ആണെങ്കിൽ ഞാൻ 10/15 × 20 എന്ന് ചെയ്യും. അപ്പോൾ 3, 4, 40/3 13.33 ആയിരിക്കും ഞാൻ എടുക്കാൻ പോകുന്ന L/D റേഷ്യോ. ഒരു കാന്റിലിവർ ബീം സ്പാന് 12 മീറ്റർ ആണെങ്കിൽ 10/12 × 7 ചെയ്യും, വിച്ച് ഇസ് 35/6 ആയിരിക്കും എൻ്റെ L/D റേഷ്യോ. ഇപ്പൊ സ്പാന് 10 മീറ്ററിന് താഴെ ആയിരിക്കണം, <= 10 മീറ്റർ ആയിരിക്കണം. പക്ഷെ അതൊന്നും അല്ല ഇവിടുത്തെ ചോദ്യം. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് 2-way സ്ലാബിനാണ്. മൈൽഡ് സ്റ്റീലാണ് റീൻഫോഴ്സ്മെന്റ്. 2-way സ്ലാബ് നമുക്ക് ഇവിടെ 2 കണ്ടീഷൻ ഉണ്ട്, സിംപ്ലി സപ്പോർട്ടഡും കണ്ടിന്യൂസ്. ഇവിടെ ഏതാണ് പറഞ്ഞിരിക്കുന്നത്? കണ്ടിന്യൂസ് സ്ലാബാണ്. ഓക്കെ, അപ്പൊ സിംപ്ലി സപ്പോർട്ടഡ് ആണ് മൈൽഡ് സ്റ്റീൽ എങ്കിൽ 35, കണ്ടിന്യൂസ് ആണെങ്കിൽ 40.
HYSD ആണെങ്കിൽ ഈ വാല്യൂവിനെ 0.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാണാതെ പഠിക്കരുത്. 35 into 0.8, 40 into 0.8. അപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യം കണ്ടിന്യൂസ് സ്ലാബ്, മൈൽഡ് സ്റ്റീല്, 2-way സ്ലാബ്, സ്പാൻ ലെസ് ദാൻ 3 meter, 40 is the answer. Option D. Okay. Next, 17. As per IS 456, the bending moment coefficient to calculate the span moment on a one-way continuous slab near the middle of the end span. Middle of the end span. നമ്മൾ ഇപ്പോൾ പറഞ്ഞു വച്ചതേ ഉള്ളൂ അല്ലേ. Middle of the end span, which is 1/12, positive 1/12. അതും കൂടി ചേർത്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക, നന്നായിട്ട് തന്നെ പഠിക്കുക. ഇതുപോലെ ഷിയർ കോഎഫിഷ്യന്റും കിടപ്പുണ്ട്, പക്ഷെ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ബെൻഡിങ് അതും പഠിക്കുക. ഇതാണ് പ്രയോറിറ്റി മൊമെന്റിന്റെ കേസിനകത്ത്. 18. Slenderness limit for cantilever beam to ensure lateral stability. The clear distance from the free end of the cantilever to the lateral restraint as per IS 456 shall not exceed. എന്താണ്? Where D is the effective depth of the beam, B is the breadth of the compression phase midway between the lateral restraints. Okay. അപ്പോൾ ഇത് സർവീസബിലിറ്റിയിൽ വരുന്ന ക്ലോസ് ആണ്. നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇവിടെ സിംപ്ലി സപ്പോർട്ടഡിനും ഒരേപോലെ ഒരു ക്ലോസ് വരുന്നുണ്ട്. ലാറ്ററൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ക്രോസ് ബീംസിന്റെ കേസിൽ പറഞ്ഞ അതേ കണ്ടീഷൻ. ഒരു ബീമിന് അത്യാവശ്യം, ഇത് ബീമിന്റെ ടോപ്പ് വ്യൂ ആണ്, ഒരു അത്യാവശ്യം ലെങ്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ബീം ഇങ്ങനെ വളഞ്ഞ പ്ലാനിൽ ടോപ്പ് വ്യൂവിൽ ഇങ്ങനെ വളയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലാറ്ററലി അത് ഇങ്ങനെ ആടാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ലാറ്ററൽ സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യണം. അപ്പോൾ ലാറ്ററൽ സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ബീമിനെ ക്രോസ് ബീംസ് കണക്ട് ചെയ്ത് ഇതിന്റെ കണ്ടിന്യൂറ്റിനെ ഡിസ്റപ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ക്രോസ് ബീംസ് ആണ് ആക്ച്വലി ലാറ്ററൽ സപ്പോർട്ട്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ക്രൈറ്റീരിയ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദ ക്ലിയർ ഡിസ്റ്റൻസ് ഫ്രം ദ ഫ്രീ എൻഡ് ഓഫ് ദ കാൻഡിലിവർ ടു ദി ലാറ്ററൽ റിസ്ട്രെയിൻ. ഫ്രീ എൻഡിൽ നിന്ന് ലാറ്ററൽ റിസ്ട്രെയിൻ 25B or 100B²/D, whichever is less. ഇതാണ് കാൻഡിലിവർ ബീമിന്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് നമ്മൾ 60B or 250B²/D, whichever is less. Okay, 19. For a T-beam with heavy load, the effective depth is taken as. ഇത് കാണാതെ പഠിച്ചിരിക്കുക. ഇത് കോഡൽ ആയിട്ടുള്ള വാല്യൂ അല്ല, ഒരു അപ്രോക്സിമേഷൻ ആണ്. ഒരു T beam with heavy load, the effective depth is taken as 1/10 to 1/12 approximately. Approximately 1/10th to 1/12th of the span. Okay, അപ്പോൾ നമുക്കിവിടെ 1/10th മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ, which is option A, 1/10th of the span. 20. What is the span to depth ratio of a simply supported deep beam? Deep beams എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസൈൻ തിയറി തന്നെ മാറും. ഒരു സ്ട്രട്ട് ആൻഡ് ഡൈ കോൺസെപ്റ്റിലാണ് നമ്മളത് ഡിസൈൻ ചെയ്യുന്നത്. ഡെപ്ത് ഇത്ര പരിധിയിൽ കൂടിയാൽ ഡീപ് ബീംസ് എന്ന് നമ്മൾ പറയുന്നു. സ്പാൻ ടു ഡെപ്ത് റേഷ്യോ ബേസിസിൽ സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ 2 ആണ് നമ്മുടെ ഡീപ് ബീം ക്രൈറ്റീരിയ. കണ്ടിന്യൂസിനാണെങ്കിൽ 2.5 ആണ് നമ്മുടെ ഡീപ് ബീം ക്രൈറ്റീരിയ. ഓവറോൾ ഡെപ്ത് ഡീപ് ബീം ആണെങ്കിൽ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റിന്റെ റിക്വയർമെന്റ് ഉണ്ട്. ഓവറോൾ ഡെപ്ത് 750 mm കൂടിയാൽ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റ് വേണം. 0.1% ഓഫ് ദ വെബ് ഏരിയ ഇസ് പ്രൊവൈഡഡ് ആസ് സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പോൾ ഓരോ സൈഡിലും 0.05%. അതേപോലെ ടോർഷൻ സബ്ജക്ട് ചെയ്യപ്പെടുന്ന ബീം ആണെങ്കിൽ 450 mm ആണ് ഡീപ് ബീം ക്രൈറ്റീരിയ, അല്ലെങ്കിൽ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാനുള്ള ക്രൈറ്റീരിയ. LSDDയിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ റീസെന്റ് ഉണ്ടായിരുന്നു. കർവ്ഡ് ബീംസിന്റെ കേസിനകത്ത് കർവ്ഡ് ബീംസ് ടോർഷൻ സബ്ജക്ട് ചെയ്യപ്പെടുന്നതാണെന്ന് എന്ന് ഞാൻ വീണ്ടും ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുവാണ്. പക്ഷെ അവിടെ ആൻസർ വന്നിരിക്കുന്നത് 750 എന്നാണ്. പിന്നെ പ്രീസ്ട്രെസ്സിനകത്ത് 500 ആണ് നമ്മുടെ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റിന്റെ ക്രൈറ്റീരിയ. അടുത്ത ക്വസ്റ്റ്യൻ. The tension or flexural crack in an RCC beam usually develop in which of the following ways? Flexural crack, അതായത് ബെൻഡിങ്ങിൽ നിന്നുണ്ടാവുന്ന ക്രാക്ക്. നമുക്ക് 4 തരം വെറൈറ്റി ക്രാക്കുകൾ നമുക്ക് പറയാം. ഒന്ന് ഫ്ലെക്ചറൽ ക്രാക്ക് അഥവാ 90 ഡിഗ്രി ക്രാക്സ്. സ്പാൻ മൊമെന്റ് ഹൈ ആവുന്ന സ്ഥലത്ത് നിന്ന് 90 ഡിഗ്രിയിൽ പോകുന്ന ക്രാക്ക്. 2 ഷിയർ ക്രാക്ക് അഥവാ 45 ഡിഗ്രി ക്രാക്സ്, 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ പോകുന്ന ക്രാക്സ്. 3
ഫ്ലെക്ഷറൽ കം ഷിയർ ക്രാക്ക് 45-ന്റെ 90-ഡിഗ്രിയുടെയും ഇടയിലുള്ള ഇൻക്ലിനേഷനിലൂടെ പോകുന്ന ക്രാക്ക്. 4 മുകളിൽ ലോക്കലൈസ്ഡ് ആയിട്ട് സംഭവിക്കുന്ന ഒരു ക്രഷിങ്, അത് കാരണം ഉണ്ടാകുന്ന ക്രാക്ക്. ഇൻക്ലിനേഷനോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റില്ല. ചോദ്യം, ടെൻഷൻ ഓർ ഫ്ലെക്ഷറൽ ക്രാക്ക് ഏത് രീതിയിലാണ് പോകുന്നത്? സർക്കുലാർ പാറ്റേണിലല്ല പോകുന്നത്, അല്ലെങ്കിൽ സ്പൈറൽ പാറ്റേണിൽ പോകുന്ന ക്രാക്ക് ഉണ്ട്. അത് ടോർഷനിൽ നിന്നുണ്ടാവുന്ന ക്രാക്കാണ്. നമുക്കിവിടെ വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് പോകുന്നത്. ഇൻ എ ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ഫോർ ഹാഫ് ദി ലെങ്ത് ഓഫ് ദ ബീം, അത് നമുക്കിവിടെ സംഭവിക്കുന്നില്ല. ഇനീഷ്യലി ഇൻ എ ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആൻഡ് ദെൻ ഇൻക്ലൈൻഡ് ടുവേർഡ്സ് ദി ടോപ്പ് ഓഫ് ദ ബീം. റിയാലിറ്റിയിലെ ഒരു ഫ്ലെക്ഷറും ഷിയറും തമ്മിൽ കമ്പൈൻഡ് ആയിട്ട് ഉണ്ടാവുന്ന ക്രാക്ക് ഈ ഒരു രീതിയിലായിരിക്കും പോകാൻ പോകുന്നത്. ഓപ്ഷൻ ഡിയിൽ പറയുന്ന പോലെ. പക്ഷെ നമുക്കിവിടെ ഫ്ലെക്ഷർ ആണ് ഡയറക്ട്ലി പറഞ്ഞിരിക്കുന്നത്, ഷിയർ അല്ല. വിച്ച് മീൻസ് വെർട്ടിക്കൽ ക്രാക്ക് അഥവാ 90-ഡിഗ്രി ക്രാക്സ്. 22. എ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ് ആക്ട് ആസ്. ഓക്കെ, ഒരു റിജിഡ് ഡയഫ്രം, ഫ്ലെക്സിബിൾ ഡയഫ്രം, ബ്രിട്ടിൽ ഡയഫ്രം, നൺ ഓഫ് ദീസ്. സിമ്പിൾ ആണ്. പെട്ടെന്ന് ടേംസ് എല്ലാം ആദ്യമായിട്ട് കേൾക്കുന്നതെന്ന് തോന്നും. നമുക്കെല്ലാം ഒരു ഫ്ലെക്സിബിൾ കണ്ടീഷനിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. റിജിഡ് അല്ല, ബ്രിട്ടിൽ അല്ല, ഒരു ഇലാസ്റ്റിക് തിയറി, നമുക്ക് സഡൻ ഫെയിലിയർ അല്ല, ഗ്രാജുവൽ ഫെയിലിയർ. അപ്പം എല്ലാം നമ്മൾ ഒരു ഫ്ലെക്സിബിൾ പാറ്റേണിലാണ്, ഒരു ഫ്ലെക്സിബിൾ ഡയഫ്രം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു ഫ്ലെക്സിബിൾ ഡയഫ്രം പോലെ ബിഹേവ് ചെയ്യുന്നു. അതിന്റെ ബേസിസിൽ നമ്മൾ ഡിസൈൻ തിയറീസ് ഫോർമുലേറ്റ് ചെയ്യുന്നു. ഓപ്ഷൻ ബി, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ് ആക്ട് ആസ് എ ഫ്ലെക്സിബിൾ ഡയഫ്രം. Shear reinforcement in RCC is provided to resist. നല്ല ചോദ്യമാണ്. വെർട്ടിക്കൽ ഷിയർ, ഹൊറിസോണ്ടൽ ഷിയർ, ഡയഗണൽ കംപ്രഷൻ, ഡയഗണൽ ടെൻഷൻ. വെർട്ടിക്കൽ ഷിയർ അല്ല, ഹൊറിസോണ്ടൽ ഷിയറും അല്ല. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ടു റെസിസ്റ്റ് ഡയഗണൽ ടെൻഷൻ. ശ്രദ്ധിച്ചോളണം. ഇത് തിയറിയിൽ നമ്മളിപ്പോൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയമുണ്ട്. നമുക്ക് സ്പ്ലിറ്റിംഗ് ഫെയിലിയർ ഉണ്ട്, ഡയഗണൽ കംപ്രഷൻ ഫെയിലിയർ ഉണ്ട്, ഡയഗണൽ ടെൻഷൻ ഫെയിലിയർ ഉണ്ട്, ഫ്ലെക്ഷറൽ ഫെയിലിയർ ഉണ്ട്. എന്താണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. AV/D റേഷ്യോ, ഷിയർ സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ <1 ആണെങ്കിൽ സ്പ്ലിറ്റിംഗ് ഫെയിലിയർ, 1-ന്റെയും 2.8-ന്റെയും ഇടയിലാണെങ്കിൽ ഡയഗണൽ കംപ്രഷൻ ഫെയിലിയർ, വിച്ച് സഡൻ ബ്രിട്ടിൽ ആൻഡ് ഷുഡ് ബി അവോയ്ഡഡ്. കംപ്രഷൻ സോണിൽ നടക്കുന്ന സാധനം. 2.8-ന്റെയും 6-ന്റെയും ഇടയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഡയഗണൽ ടെൻഷൻ ഫെയിലിയർ. അതും സഡൻ ആണ്, പക്ഷെ അത് ഗ്രാജുവൽ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റിറപ്സ് കൊടുക്കുന്നത്. അതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന മോഡ് ഓഫ് ഫെയിലിയർ, ഡയഗണൽ ടെൻഷൻ. പിന്നെ ഫ്ലെക്ഷർ, AV/D റേഷ്യോ <6 ആണെങ്കിൽ ബെൻഡിങ്ങിൽ സംഭവിക്കുന്ന ഫ്ലെക്ഷറൽ ഫെയിലിയർ, 90-ഡിഗ്രി ക്രാക്സ്. അപ്പോൾ ഡയഗണൽ ടെൻഷനെ റെസിസ്റ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഷിയർ റീഇൻഫോഴ്സ്മെന്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് വളരെ വേഗം ജനറലൈസ്ഡ് ആണ്. അത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷിയറിന്റെ കംപ്ലീറ്റ് വീഡിയോ ലെസൺ ഒന്ന് കണ്ടുപോകുക. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കോംപ്ലക്സ് സ്ട്രെസ് മോസ്റ്റിലെ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് അത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. ഡിറ്റർമിൻ ദ ഇക്വലന്റ് നോമിനൽ ഷിയർ സ്ട്രെസ് ഇൻ എ റെക്ടാങ്കുലർ RCC beam of 200 mm width and 400 mm effective depth if the shear force is 8 kN and torsional moment is 2 kN at the factored loads. ഓക്കെ, അപ്പോൾ ഫോർമുല അറിയാലോ. ടോർഷനെ നമ്മൾ പ്രത്യേക ഡിസൈൻ തിയറിയിൽ നമ്മൾ ചെയ്യുന്നില്ല. ടോർഷനെ നമ്മൾ ഈക്വലന്റ് ടോർഷണൽ മൊമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഒരു ട്വിസ്റ്റിംഗ് മൊമെന്റ് ഉണ്ടെങ്കിൽ TU × 1 + D/B ഡിവൈഡഡ് ബൈ 1.7 എന്ന ഫോർമുലയിൽ MT കണ്ടുപിടിക്കുന്നു. ഈക്വലന്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ MU + MT. MU ബെൻഡിങ്ങിൽ നിന്നുള്ള മൊമെന്റ്, MT ടോർഷനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന വരുന്ന മൊമെന്റ്. സിമിലർലി ഷിയറിനകത്തും നമ്മളൊരു ഫോഴ്സ്, ഈക്വലന്റ് ഷിയർ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു 1.6 × TU/B. അപ്പോൾ എൻ്റെ ഈക്വലന്റ് ഷിയർ എന്ന് പറഞ്ഞാൽ VU + VT. ഓക്കെ, അപ്പൊ ഇവിടെ എനിക്ക് VU കമ്പോണന്റും ഉണ്ട്, VT കമ്പോണന്റും ഉണ്ട്. അതാണ് കണ്ടുപിടിക്കാനുള്ള ചോദ്യവും. VT കണ്ടുപിടിക്കണമെങ്കിൽ ടോർഷണൽ മൊമെന്റ് വേണം, തന്നിട്ടുണ്ട് 1.6 × 2 × 10⁻⁶ ന്യൂട്ടണിൽ പറയാം, ഡിവൈഡഡ് ബൈ ബ്രെഡ് എത്രയാണ്? 200.
ഓക്കെ, വെട്ടിപ്പോയി, 2 വെട്ടിപ്പോയി, ഇത് 4 1.6 into TU by B. കിലോന്യൂട്ടൺ മീറ്റർ 2 into എത്രയാണ് ഫോഴ്സ്? 2000 2 വെട്ടിപ്പോയില്ലേ, 1.6 into 1.6 into 10⁻⁴, അഥവാ 16 into 10⁻³ അഥവാ 16 kilonewton. ഓക്കെ, പിന്നെ എനിക്ക് അവിടുത്തെ സ്ട്രെസ് കണ്ടുപിടിക്കണം. സ്ട്രെസ് കണ്ടുപിടിക്കണമെങ്കിൽ 16 into 10⁻³ ഡിവൈഡഡ് ബൈ BD, 200 into 400. ഓക്കെ, 0 ഇവിടെയും വെട്ടി, ഇത് മൊത്തത്തിൽ വെട്ടി, 4 വെട്ടി, 4/20 1/5 0.2 Newton/mm². 0.2 Newton/mm² അല്ലേ? ഓക്കെ, ഇനി ഷിയർ ഫോഴ്സിൽ നിന്നുള്ള സ്ട്രെസ്, VU by BD, അതായത് 8 into 10⁻³ അല്ലേ, 8 into 10⁻³ ഡിവൈഡഡ് ബൈ 200 into 400. വെട്ടി, 2 വെട്ടിപ്പോയി, 1/10 0.1 Newton/mm². 0.1 Newton/mm², 0.2, 0.1 plus 0.2, 0.3 Newton/mm². ഓപ്ഷൻ സി ആണ് ഇവിടെ നമുക്ക് ആൻസർ. ഓക്കെ, ഇതേപോലെ എനിക്ക് മൊമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ അതും കണ്ടുപിടിക്കാം. എഫക്റ്റീവ് ഡെപ്ത് അല്ലേ തന്നിരിക്കുന്നത്? അതെ, എഫക്റ്റീവ് ഡെപ്ത് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഓവറോൾ ഡെപ്ത് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഓപ്ഷൻസ് നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ അതങ്ങ് യൂസ് ചെയ്താൽ മതി, വെറുതെ കവർ കുറയ്ക്കണമെന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ചോദ്യം, ഫോർ എ ഫുള്ളി സ്ട്രെസ്ഡ് ബാർ ഇൻ ടെൻഷൻ, വാട്ട് ഈസ് ദ LD phi for Fe 250 grade of steel and M25 grade of concrete? LD phi, LD equal to ഒരു, ഓക്കെ, അവിടെ ഒരു ടേം മിസ്സിംഗ് ആണ്. അതായത് ഡെവലപ്മെന്റ് ലെങ്ത് എത്ര ടൈംസ് ഓഫ് ഡയാമീറ്റർ ഓഫ് റീഇൻഫോഴ്സിംഗ് ബാർ എന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ LD ഈക്വൽ ടു എക്സ് ഫൈ എന്ന് വല്ലതും വരണം, ആ എക്സിന്റെ വാല്യൂ. ഡെവലപ്മെന്റ് ലെങ്തിന്റെ ഫോർമുല, ഡെവലപ്മെന്റ് ലെങ്ത് സിമ്പിൾ ഫോർമുല, LD ഈക്വൽ ടു 5 into sigma ST ഡിവൈഡഡ് ബൈ 4 into tau BD. ഓക്കെ, നമുക്ക് LD ആണ് വേണ്ടത്. 5 ടേം അവിടെ കിടപ്പുണ്ട്, ഞാൻ 5 ഒഴിവാക്കുന്നു. സിഗ്മ ST ഡിവൈഡഡ് ബൈ 4 into tau BD. tau BD എനിക്ക് കോൺക്രീറ്റിന്റെ ഗ്രേഡ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭാഗ്യത്തിന് അത് Fe 250 ആണ്, അതുപോലെ തന്നെ ടെൻഷനിലാണ്. അപ്പോൾ tau BD ഡയറക്ട്ലി M25ന്റെ വാല്യൂ എടുക്കാം. M20 ആണെങ്കിൽ 1.2, M25 ആണെങ്കിൽ 1.4. ഓക്കെ, അപ്പോൾ അത് കംപ്രഷനിലാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു 25% ഇൻക്രീസ് ചെയ്യണം. അത് HYSD ആണ് പറഞ്ഞിരുന്നെങ്കിൽ 60% ഇൻക്രീസ് ചെയ്യണം. HYSD കംപ്രഷനിലാണെങ്കിൽ വീണ്ടും ഒരു 25% കൂടെ ഇൻക്രീസ് ചെയ്യണം. ഈ വാല്യൂസ് മറന്നുപോയത്. അപ്പോൾ 0.87 into 250 ഡിവൈഡഡ് ബൈ 4 into 1.4. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി എത്ര ടൈംസ് വരും എന്ന് നമുക്ക് നോക്കാം. One 125, 62.5, 62.5 approximately 0.950. കാൽക്കുലേറ്റർ വേണം, നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കുക. പ്രത്യേക ഞാൻ 0.87 ഓപ്ഷൻസ് എങ്ങനെയാണ്? ഓപ്ഷൻസ് എല്ലാം കുറച്ച് അടുത്തടുത്താണ്. 0.9 into 250 ഡിവൈഡഡ് ബൈ 4 into 1.4. ഓക്കെ, 9 into 250 divided by 4 into
14 അപ്രോക്സിമേറ്റ്ലി അല്ല, ഞാൻ എക്സാക്റ്റ് വാല്യൂ ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ കാൽക്കുലേറ്റർ ഇല്ലാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. 9 into 250 divided by 4 divided by 14. 39 എന്ന് വരും. അപ്രോക്സിമേറ്റ്ലി അല്ല, എക്സാക്ട്ലി 39 times the diameter of the reinforcing bar. ഇപ്പോൾ ഈ ഫോർമുലയൊക്കെ ഓർക്കാൻ കുറച്ച് എളുപ്പമാണ്, പക്ഷെ ഇവിടെ ഗ്രേഡ് മാറുന്ന അനുസരിച്ച് ബോണ്ട് സ്ട്രെസ് എത്രയാണെന്നും അതുപോലെ തന്നെ ടെൻഷൻ ആണോ കംപ്രഷൻ ആണോ അനുസരിച്ച് അതിന്റെ ഇൻക്രീസും, മൈൽഡ് സ്റ്റീൽ ആണോ HYSD ആണോ നോക്കിയിട്ട് അതിന്റെ ഇൻക്രീസും അക്കൗണ്ട് ചെയ്യാൻ വിട്ടുപോകരുത്. നെക്സ്റ്റ്, the anchorage value of a standard bend shall be taken as dash times the diameter of the bar for each 45-degree bend. ഓക്കെ, ആങ്കറേജ് വാല്യൂ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഓർത്ത് വയ്ക്കുന്നുണ്ട്. ഒരു 45-degree ബെൻഡ്, ഒരു റീഇൻഫോഴ്സ്മെന്റ് എനിക്ക് ഇങ്ങനെ പോകുന്നു, അതിനെ ഞാൻ 45-degree ബെൻഡ് ചെയ്യുവാണ്, അതിനെ ഞാൻ 90-degree ബെൻഡ് ചെയ്യുവാണ്, അതിനെ ഞാൻ 135-degree ബെൻഡ് ചെയ്യുവാണ്, അതിനെ ഞാൻ 180-degree ബെൻഡ് ചെയ്യുവാണ്. ഓരോ 45-degree ബെൻഡിനും നമ്മൾ കൂട്ടുന്ന വാല്യൂ 4 times the diameter of each bar. ഇപ്പോൾ 45-degree ബെൻഡ് ചെയ്യുവാണെങ്കിൽ 4D, 8D, 12D, 16D, അതാണ് നമ്മുടെ ആങ്കറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 times the diameter of the bar, ഓപ്ഷൻ സി. ഇതേപോലെ സ്റ്റിറപ്പിനകത്തും വരുന്നുണ്ട്. സ്റ്റിറപ്പിനകത്ത് വരുമ്പോൾ നമുക്ക് 90-degree, 135-degree, അതുപോലെ 180-degree ഒക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ 135-degreeന്റെ വാല്യൂ വിച്ച് ഇസ് 6D, അത് മറന്നു പോകണ്ട. അതാണ് നമ്മൾ സ്റ്റിറപ്പിനകത്ത് നമ്മൾ ആങ്കറേജ് വാല്യൂ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. മൊത്തം ഹൂക്ക് ലെങ്ത് അല്ല ഞാൻ ഈ പറയുന്നത്, ആങ്കറേജ് വാല്യൂവിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവിടെ എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് 1 and 2 ഏതാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ മതി. Statement 1. The theory of reinforced concrete is developed with the assumption that there is perfect bond between steel and concrete. In other words, there is no slip. ശരിയല്ലേ? ബോണ്ട് സ്ട്രെസ്സിലൂടെ ഫ്രിക്ഷനും അഡേഷനും മെക്കാനിക്കൽ റെസിസ്റ്റൻസും എല്ലാം കൂടി യൂസ് ചെയ്തുകൊണ്ട് ഒരു പെർഫെക്റ്റ് ബോണ്ട് നമ്മൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്ന ബേസിസിലാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അടുത്തത്, ഇൻ കേസ് ഓഫ് റിബ്ഡ് ബാർസ് ദർ ഈസ് നോ നീഡ് ടു ചെക്ക് ദ ബോണ്ട് ഫെയിലിയർ. ഒരു തരത്തിലും അങ്ങനെ പറഞ്ഞിട്ടില്ല റിബ്ഡ് ബാർസിൽ ബോണ്ട് ഫെയിലിയർ നമ്മൾ ചെക്ക് ചെയ്യണം. റിബ്ഡ് ബാർസിൽ ഒരു ഇന്റർലോക്കിംഗ് കിട്ടും അഡീഷണലി, കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് ഇത് ബോണ്ട് ബ്രേക്ക് ആവൂല എന്ന് പറഞ്ഞു വെക്കുന്നില്ല. ബോണ്ട് നമ്മൾ സ്റ്റിൽ ചെക്ക് ചെയ്യണം. HYSD ഒരു റിബ്ഡ് ബാർ ആണ്. അവിടെയും ബോണ്ട് സ്ട്രെസ്സിന് നമ്മൾ അതിന്റെ റിബിൽ നിന്നുണ്ടാവുന്ന അഡീഷണൽ എലമെന്റ്സിനെ നമ്മൾ ഒരു 60% ഇൻക്രീസ് ചെയ്ത് അഡ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 is true, statement 2 is false. Option C. Statement 1 is true, statement 2 is false. അടുത്ത ക്വസ്റ്റ്യൻ, what will be the approximate total length of reinforcement bar measured along the center line for the given arrangement in the following figure? Okay, ഇത് ഡയറക്റ്റ് ചോദ്യമാണ്. ഇത് ആക്ച്വലി ബാർ ബെൻഡിങ് ഷെഡ്യൂളിൽ നിന്ന് വരുന്ന QSBയിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. ഇത് സ്റ്റിറപ്പിന്റെ കേസാണ്, 180 ഡിഗ്രി ആണ്. ഇവിടെ നമ്മൾ ആങ്കറേജ് വാല്യൂ അല്ല എടുക്കുന്നത്, ഇത് ആങ്കറേജിനെ പറ്റിയിട്ടല്ല ചോദിക്കുന്നത്, ഇവിടെ മൊത്തം എത്ര വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, കാരണം ആങ്കറേജ് വാല്യൂ എന്ന് പറയുന്നത് ഈ വെർട്ടിക്കൽ ലെങ്ത് ഇവിടെ വരുന്നില്ല. ഈ വെർട്ടിക്കൽ ലെങ്ത് എക്സ്ട്രാ ആണ്. ഈ വെർട്ടിക്കൽ ലെങ്ത് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ ഇതാണ് എൻ്റെ ആങ്കറേജ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇത് ടോട്ടൽ ലെങ്ത് എത്രയാണെന്നാണ്. ടോട്ടൽ ലെങ്ത് 2A plus E, 2A plus E, 2A plus E. ഈ ലെങ്ത് എന്ന് പറയുന്നത് 14D ആണ് കേട്ടോ. ഇത് 10D, ഇത് 4D. 180 ഡിഗ്രി ആണ് നമ്മൾ തിരിയുന്നത്, അതുകൊണ്ട് 4D ആണ് നമ്മുടെ ആങ്കറേജ് വാല്യൂ. 4D plus 10D. അപ്പോൾ ഇത് ടോട്ടൽ 14D ഇവിടെ. ഓക്കെ, അപ്പോൾ 10D ആണ് എൻ്റെ വെർട്ടിക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ആ കേർവ്ഡ് ലെങ്തിലാണ് 4D കവർ ആവുന്നത്. അതാണ് നമ്മുടെ ആങ്കറേജ് സ്റ്റിറപ്പിന്റെ കേസിനകത്ത്.
അപ്പോൾ 14 പ്ലസ് 14 28 അല്ലെ 28 2a പ്ലസ് ഇ പ്ലസ് 28d ആണ് നമ്മുടെ ടോട്ടൽ ലെങ്ത് വിച്ച് ഇസ് ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ സ്റ്റിറപ്പിന്റെ ആങ്കറേജ് വാല്യൂ 180 ഡിഗ്രിയിലാണ് ഇത് വളച്ചെടുത്തിരിക്കുന്നത്. അതാണ് 4d ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 135 ഡിഗ്രിയിലാണ് വളച്ചെടുക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ 6d യൂസ് ചെയ്തതാണ്. ഓക്കെ, 30. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ദ റീറ്റെയിനിങ് വാൾ ഷോൺ ഇൻ ദ ഫിഗർ. റീറ്റെയിനിങ് വാൾ സ്റ്റെമ്മ് ഇപ്പുറത്താണ് എൻ്റെ സോയിൽ ഇരിക്കുന്നത്, ഇപ്പുറത്ത് ഗ്രൗണ്ട്. അപ്പോൾ എൻ്റെ കാലിൻ്റെ ഹീൽ ഇവിടെ ആയിരിക്കും വരുന്നത്, ഹീൽ സ്ലാബ്. ഇതാണ് എൻ്റെ ടോ സ്ലാബ്. ഇത് ഇങ്ങനെ രണ്ട് ട്രയാങ്കുലർ അറേഞ്ച്മെന്റ് നമുക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൗണ്ടർ ഫോർട്ട് എന്ന് വിളിക്കുന്നു. അത് സോയിൽ ഇരിക്കുന്ന സൈഡിലാണെങ്കിൽ, അത് ഇപ്പുറത്തെ സൈഡിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ബട്രസ് എന്ന് വിളിക്കുന്നു. കൗണ്ടർ ഫോർട്ട് ഹെൽപ്സ് ടു കണക്ട് സ്റ്റെം ആൻഡ് ഹീൽ സോ ദാറ്റ് ഇറ്റ് ആക്ട് ആസ് എ സിംഗിൾ യൂണിറ്റ്. കുറച്ചും കൂടെ ബെറ്റർ പെർഫോമൻസ്. അപ്പോൾ ഈ ട്രയാങ്കുലർ കമ്പോണന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ എന്ന് വിളിക്കുന്നു. ഇതേ ട്രയാങ്കുലർ കമ്പോണന്റ് ഇപ്പുറത്തെ സൈഡിൽ, അതായത് ഈ സൈഡിലാണ് സോയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, ഇപ്പുറത്തെ സൈഡിൽ ഇല്ല. ഇപ്പുറത്തെ സൈഡിൽ ലാൻഡ് ആണ്. ചിലപ്പോൾ മേ ബി ടോ സ്ലാബിന്റെ ചെറിയൊരു പോർഷനിൽ മാത്രം കുറച്ച് സോയിൽ എക്സിസ്റ്റ് ചെയ്തേക്കാം. അപ്പൊ ഇപ്പുറത്തെ സൈഡിലാണ് അത് വരുന്നതെങ്കിൽ അത് ബട്രസ് റീറ്റെയിനിങ് വാൾ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ ആണ് ഓപ്ഷൻ എ. In case of a counterfort retaining wall, the toe slab act as സിമ്പിൾ. ഒരു കൗണ്ടർഫോർട്ട് റീറ്റെയിനിങ് വാളിനകത്ത് ഇത് ഒരു കാന്റിലിവർ റീറ്റെയിനിങ് വാൾ ആണെങ്കിൽ ഈ സാധനം ഇല്ല, ഈ ട്രയാങ്കുലർ സാധനം ഇല്ല. അങ്ങനെയാണെങ്കിൽ സ്റ്റെം ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് ആണ്. സ്റ്റെം ബിഹേവ്സ് ലൈക്ക് എ കാന്റിലിവർ ബീം. ബേസ് സ്ലാബ് ഒരു സിംഗിൾ യൂണിറ്റ് ആണ്, അത് ബിഹേവ്സ് ലൈക്ക് എ കാന്റിലിവർ ബീം. ടോ സ്ലാബ് ഒരു സിംഗിൾ യൂണിറ്റ് ആണ്, അതും ബിഹേവ്സ് ലൈക്ക് എ കാന്റിലിവർ ബീം. എന്നാൽ ഇവിടെ കൗണ്ടർ ഫോർട്ട് വരുമ്പോൾ സ്റ്റെം ബിഹേവ്സ് ലൈക്ക് എ കണ്ടിന്യൂസ് ബീം, ഹീൽ ഓൾസോ ബിഹേവ്സ് ലൈക്ക് എ കണ്ടിന്യൂസ് ബീം. പക്ഷെ ടോയിന്റെ അവിടെ കണക്ഷൻ വരുന്നില്ല, ടോ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ടോ സ്ലാബ് ബിഹേവ്സ് ലൈക്ക്, ടോ സ്ലാബിന്റെ അല്ലേ ചോദ്യം, ടോ സ്ലാബ് ബിഹേവ്സ് ലൈക്ക് എ കാന്റിലിവർ ബീം. ഓപ്ഷൻ ബി. 31. ക്വസ്റ്റ്യൻ നമ്പർ വീണ്ടും ഒന്ന് മാറി, 33. ഓക്കെ. In case of helically reinforced column, the ratio of volume of helical reinforcement to the volume of core shall be. Okay. Helical reinforcement column. Lateral ties, helical reinforcement. പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ലാറ്ററൽ ടൈസിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിനേക്കാൾ 1.05, അതായത് 5% കൂടുതലായിരിക്കും ഹെലിക്കലി റീഇൻഫോഴ്സ്ഡ് കോളം. PU വാല്യൂ എന്ന് പറയുന്ന 0.4, PU equal to 0.4 FCK AC പ്ലസ് 0.67 FY ASC. ഇതാണ് അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയുടെ ഫോർമുല. 1.05 കൊണ്ട് ഇൻഡു ചെയ്യുക ഫോർ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ്. ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റിനകത്ത് ബെറ്റർ സൈസ്മിക് പെർഫോമൻസും ഉണ്ടാവും. ഡക്ടൈൽ ഡീറ്റെയിലിംഗ് 13920 കോഡ് റെക്കമെൻഡ് ചെയ്യുന്നതും ഹെലിക്കലി റീഇൻഫോഴ്സ്ഡ് കോളംസ് ആണ്. സ്ട്രോങ് കോളം, വീക്ക് ബീം കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് സർക്കുലർ കോളത്തിലാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് സ്പേസിങ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. VH/VC അതിന്റെ റിലേഷൻ ആണ് ഇവിടെ ചോദിക്കുന്നത്. വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ടു ദ വോളിയം ഓഫ് കോളം കോർ ഷാൽ ബി greater than or equal to 0.36 Ag/AC minus 1 into FCK divided by FY. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻഷിപ്പ് യൂസ് ചെയ്തിട്ട് ഞാൻ സ്പേസിങ് കണ്ടുപിടിക്കുന്നു. ഇവിടെ FCK എന്താണെന്നും FY എന്താണെന്നും അറിയാം. AG എന്ന് പറയുന്നത് ഗ്രോസ് ഏരിയ ആണ്. ഒരു കോളം ഉണ്ടെങ്കിൽ ആ കോളത്തിന്റെ ഡയാമീറ്റർ 400 mm ആണെങ്കിൽ AG എന്ന് പറയുന്നത് π/4 into 400 സ്ക്വയർ. വളരെ സിമ്പിൾ. ഇനി AC എന്ന് പറയുന്നത് വോളിയം ഓഫ് ഏരിയ ഓഫ് കോൺക്രീറ്റ് കോർ ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിനകത്ത് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എനിക്ക് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ഇങ്ങനെ കാണാൻ പറ്റും, അതിനകത്ത് എനിക്ക് എൻ്റെ റീഇൻഫോഴ്സ്മെന്റ് മെയിൻ ബാർ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ എൻ്റെ കവർ 40 ആണെന്നുണ്ടെങ്കിൽ π/4 into 400 minus 2 into 40 2 into 40 ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റിന്റെയും അകത്ത് കയറി എൻ്റെ മെയിൻ ബാറിന്റെ സർഫസിൽ വരും. പക്ഷേ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ഡയാമീറ്റർ 8 mm ആണെങ്കിൽ അത് ഞാൻ അഡ്രസ് ചെയ്യണം.
അതായത് ഹെലിക്കൽ റെയിൻഫോഴ്സ്മെന്റിന്റെ ഔട്ടർ ടു ഔട്ടർ ഈ റീജിയണിലാണ് എൻ്റെ കോൺക്രീറ്റ് കോർ ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ കോറ് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇവിടുത്തെ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ കുറയ്ക്കണം. ഇപ്പോൾ 6 × π/4 × കുറച്ചിട്ടാണ് ഞാൻ കോൺക്രീറ്റ് കോറ് കണ്ടുപിടിക്കുന്നത് ഏരിയ. ഇതൊന്നും ചോദിക്കില്ല, പക്ഷെ ചിലപ്പോൾ മേ ബി കോൺക്രീറ്റ് കോറിന്റെ ഡയാമീറ്റർ എത്രയാണെന്നൊക്കെ ചോദിച്ചേക്കാം. ഓക്കെ, പിന്നെ വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ്, അതുപോലെ വോളിയം ഓഫ് കോൺക്രീറ്റ് കോർ. വോളിയം ഓഫ് കോൺക്രീറ്റ് കോർ ഒന്നുമില്ല, ഏരിയ × 1 ആണ്. അതായത് ഏരിയ പെർ mm ലെങ്ത് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് സിമ്പിൾ ആണ്, π/4 ഇവിടെ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ഡയാമീറ്റർ 8 ആണെങ്കിൽ 8 mm² ഇൻറ്റു അതിന്റെ ആ ഒരു സ്പൈറൽ ബിഹേവിയർ എങ്ങനെയാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ്. π × d ഡിവൈഡഡ് ബൈ സ്പേസിങ്. π × d എന്ന് പറയുമ്പോൾ ഡയാമീറ്റർ, ഈ ഔട്ടർ ടു ഔട്ടർ ഡയാമീറ്റർ, ഇതാണ് d ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. S എന്ന് പറയുന്ന സ്പേസിങ്, ഇതിൽ നിന്ന് എനിക്ക് സ്പേസിങ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്താണ് ആ ഫോർമുല എന്നുള്ളതാണ്. ആ ഫോർമുലയാണ് VH/VC > ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നെക്സ്റ്റ് ചോദ്യം 34. A rectangular reinforced column BD has been subjected to uniaxial bending moment M and axial load P. ക്യാരക്ടറിസ്റ്റിക് ലോഡ് പറയുന്നുണ്ട്. ഇൻട്രാക്ഷൻ കർവ് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇൻട്രാക്ഷൻ കർവ് നമുക്ക് ആക്ച്വലി ഇവിടെ ഓപ്ഷൻ സി ആണ്. ഇവിടെ കുറച്ചൊന്ന് 3 വരണം. ആക്ച്വലി ഇൻട്രാക്ഷൻ കർവ് ഓപ്ഷൻ സി. ഇത് സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് വാല്യൂ ആണ്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1-2 കാര്യങ്ങളുണ്ടേ. ഒന്ന്, ഈ ഇൻട്രാക്ഷൻ കർവ് നമ്മൾ വരയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് പോയിന്റ്സ് ഞാനിവിടെ പിക്ക് ചെയ്യാൻ പോകുന്നതാണ്. P/mu ഇങ്ങനെയാണ് എൻ്റെ കർവ് വരാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഫിക്സ് ചെയ്യുന്നു. ഇത് A, B, C ഇത്രയും പോയിന്റ്സ് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്യുന്നു. ഇവിടെ E, ഇവിടെ D. ഓക്കെ, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ഡയഗ്രാം ആണ് ഞാനിവിടെ വരയ്ക്കുന്നത്. എനിക്ക് ഈ റീജിയനെയാണ് ഞാൻ ആക്സിയൽ കംപ്രഷൻ റീജിയൻ എന്ന് പറയുന്നത്. AD റീജിയൻ ആണ് കംപ്രഷൻ റീജിയൻ എന്ന് പറയുന്നത്. കംപ്രഷൻ അതായത് ബെൻഡിങ് സബ്ജക്ട് ചെയ്യപ്പെടുന്ന റീജിയൻ. BC റീജിയനെയാണ് ഞാൻ ടെൻഷൻ റീജിയൻ എന്ന് പറയുന്നത്. നമ്മുടെ B എന്ന് പറഞ്ഞ പോയിന്റിനെയാണ് ഞാൻ ബാലൻസിങ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ബൈആക്സിയൽ ബെൻഡിങ്ങോ യൂണിയാക്സിയൽ ബെൻഡിങ്ങോ വരുന്ന കോളം, അതിന്റെ ഇൻട്രാക്ഷൻ കർവിൽ ആ പോയിന്റ് ഈ ഒരു റീജിയണിൽ വരണം. ഈ ഒരു റീജിയണിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് പ്രിഫറബിളി എന്ന് തന്നെയല്ല, DB റീജിയണിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യണം. കാരണം AD റീജിയണിൽ വന്നാൽ അത് ബ്രിട്ടിൽ ആവാനുള്ള സാധ്യതയുണ്ട്. ഡക്റ്റൈലായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റീജിയണിൽ വരണം. AE റീജിയനിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് പ്യുവർ ആക്സിയൽ കംപ്രഷനിലോട്ട് പോയി അതിനെ ഡിസൈൻ ചെയ്യും. BC റീജിയൻ നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല. ബാലൻസ് പോയിന്റ് ഇതാണ്. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സെൻട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ മിനിമം. ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എക്സെൻട്രിസിറ്റി ആണ് ഈ മാക്സിമം. ഈ ബാലൻസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻട്രാക്ഷൻ കർവ്. ഇവിടെ എനിക്ക് PU/FCK/BD എന്ന് പറഞ്ഞ് ടേം മോഡിഫൈ ചെയ്യാം. MU/FCK/BD² എന്നും പറഞ്ഞ് ടേം മോഡിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻട്രാക്ഷൻ കർവ് ഫോർ കോളം ഡിസൈൻ ഇത് ചാർട്ട് സി, ഓപ്ഷൻ സി. നെക്സ്റ്റ് ചോദ്യം. A post-tensioned pre-stressed concrete beam is stressed by 3 cables, each with a cross-sectional area of 50 mm² with an initial stress of 900 MPa. If all 3 cables are straight and located at an eccentricity of 50 mm, consider modular ratio 6 and stress in concrete with a level of steel as 5 MPa. Then what will be the loss in stress in the cable due to elastic shortening if all wires are simultaneously tensioning ആൻഡ് ആങ്കറിങ്? ഓക്കെ, ചോദ്യം ഭയങ്കര വലുതാണ്. ചോദ്യം വളരെ സിമ്പിൾ ആണ്. സ്ട്രെസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക്
രണ്ട് കേസ് ഉണ്ട്, ഒന്ന് പ്രീ ടെൻഷനിങ്ങും ഒന്ന് പോസ്റ്റ് ടെൻഷനിങ്ങും. പ്രീ ടെൻഷനിങ്ങിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഫോർമുല മോഡുലാർ റേഷ്യോ ഇൻറ്റു എഫ് സി. നമുക്കിവിടെ ഒരു എഫ് സി വാല്യൂ തന്നിട്ടുണ്ട് വിച്ച് ഇസ് 5 MPa. മോഡുലാർ റേഷ്യോ തന്നിട്ടുണ്ട് 6 വിച്ച് ഇസ് 6 × 5 30. പ്രീ ടെൻഷനിലാണെങ്കിൽ. പക്ഷെ നമ്മുടെ ചോദ്യം പ്രീ ടെൻഷനിങ്ങിലല്ല, പോസ്റ്റ് ടെൻഷനിങ്ങിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റ് ടെൻഷനിലാണെങ്കിൽ നമുക്ക് രണ്ട് കണ്ടീഷൻ വരുന്നുണ്ട്. സൈമൾട്ടേനിയസ്ലി ആണ് ടെൻഷൻ ചെയ്യുന്നതെങ്കിൽ സ്ട്രെസ് 0. സക്സസീവ്ലി ആണ് ടെൻഷൻ ചെയ്യുന്നതെങ്കിൽ ആവറേജ് സ്ട്രെസ് ലോസിന്റെ ഒരു ഫോർമുലയുണ്ട് വിച്ച് ഇസ് n × n-1/2 × m × fc. ഇവിടെ എത്ര കേബിൾസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ എത്ര കേബിൾസ് ഉണ്ട്? 3 കേബിൾ. അപ്പോൾ 3 × 2/2 × 6 × 5. അപ്പൊ 30 × 3 വിച്ച് ഇസ് 90 Nm² എന്ന് വന്നേനെ. പക്ഷെ ഇവിടെ സക്സസീവ് ടെൻഷനിങ് അല്ല, സൈമൾട്ടേനിയസ് ടെൻഷനിങ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർമുല ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, ഡയറക്ട്ലി 0ലേക്കാണ് നമ്മുടെ വാല്യൂ വരുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് നമ്മൾ ഫസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. പ്രീ ടെൻഷനിങ്ങിൽ നമ്മൾ കേബിള് ടെൻഷൻ ചെയ്തിട്ട് കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്ത് ഹാർഡായിട്ട് കേബിള് കട്ട് ചെയ്യുമ്പോൾ അത് ഇലാസ്റ്റിക് ആയത് കാരണം തിരിച്ച് അതിന്റെ പഴയ പൊസിഷനിലേക്ക് പോകാൻ നോക്കുമ്പോൾ ഉണ്ടാവുന്ന കംപ്രഷനിലൂടെയാണ് അവിടെ സ്ട്രെസ് നമ്മൾ കോൺക്രീറ്റിൽ കംപ്രസീവ് ആക്കി എടുക്കുന്നത്. ആ കംപ്രഷന്റെ ഭാഗമായിട്ട് ബോണ്ടിലൂടെയാണ് ഇത് ട്രാൻസ്ഫർ ആവുന്നത്. ആ കംപ്രഷന്റെ ഭാഗമായിട്ട് കോൺക്രീറ്റ് ഒന്ന് ഡീഫോം ആയി കഴിഞ്ഞാൽ ഈ സ്റ്റീൽ ഒന്ന് റിലീസ് ആവും. ആ റിലീസിന്റെ ബേസിസിൽ സംഭവിക്കുന്ന സ്റ്റോർഡ് സ്ട്രെസ് ലോസ് ആണ് ഇവിടെ സംഭവിക്കുന്ന m × fc എന്ന് പറഞ്ഞ ഫോർമുല. അതായത് നിങ്ങൾ ഒരാൾ ഇറുകി പിടിക്കുവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കോൺക്രീറ്റ് സ്റ്റീലും ബോണ്ടഡ് ആയിട്ടിരിക്കുവാണ്. സ്റ്റീലിന്റെ ബോണ്ടിലൂടെയാണ് ഇത് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുന്നത്. കോൺക്രീറ്റ് അപ്പോഴത്തേക്കും ഡീഫോം ആയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൂസൺ ആവുകയാണ്. അതായത് ഞാനിപ്പോൾ 1 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് ബോണ്ട് ചെയ്യുന്നു, 1 മീറ്റർ നീളത്തിൽ സ്റ്റീൽ ഉണ്ട്. കോൺക്രീറ്റ് ഒന്ന് കംപ്രസ്ഡ് ആയി, കോൺക്രീറ്റ് 0.9 മീറ്റർ നീളത്തിലേ ഉള്ളൂ, സ്റ്റീലിലേക്ക് 0.1 മീറ്ററിന്റെ പിടുത്തം കുറഞ്ഞു, ബോണ്ടിന്റെ കോൺട്രിബ്യൂഷൻ കുറഞ്ഞു. അപ്പോൾ അവിടെ ഒരു സ്ട്രെസ് ലോസ് സംഭവിക്കും. അപ്പൊ പ്രീ ടെൻഷനിങ്ങിനകത്ത് ലോസ് ഷുവർ ആണ് ഇലാസ്റ്റിക് ഷോർട്ടനിങ്ങിൽ. പോസ്റ്റ് ടെൻഷനിങ്ങിനകത്ത് നമുക്ക് കേബിൾ നമ്മൾ കട്ട് ചെയ്യുന്നില്ല. അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ കേബിളിനെ നമ്മൾ ഒരു ഡക്റ്റിനകത്തൂടെ കേബിളിനെ കടത്തിവിട്ട് നമുക്ക് വേണ്ട പ്രൊഫൈൽ കിട്ടിയതിന് ശേഷം ഗ്രൗട്ട് ഇട്ട് അതിനെ സീൽ ചെയ്തതിന് ശേഷം ഞാൻ അതിനെ വലിച്ച് ആങ്കർ ചെയ്ത് അവിടെ തന്നെ ടൈറ്റ് ചെയ്ത് വെക്കുവാണ്. ഒരു ടെൻഷനിൽ അതിനെ ക്രിയേറ്റ് ചെയ്ത് നിർത്തുവാണ്. അപ്പൊ ആ ടെൻഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഓൾറെഡി കോൺക്രീറ്റിൽ കംപ്രഷൻ എക്സ്പീരിയൻസ് ചെയ്യും. എന്നിട്ട് ഞാൻ അവിടെ കേബിൾ കട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ സക്സസീവ്ലി ടെൻഷൻ ചെയ്യുവാണെങ്കിൽ എല്ലാ സ്റ്റീലിനെയും കൂടെ ഒരുമിച്ച് ഞാൻ ടെൻഷൻ ചെയ്യുമ്പോൾ കോൺക്രീറ്റിൽ ഒറ്റയടിക്ക് ഒരു കംപ്രഷൻ വരും. കംപ്രഷൻ വരുമ്പോൾ ഞാൻ എന്നിട്ട് അതിനെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ ലോസ് ഇല്ല. നേരെ മറിച്ച് ഞാൻ ആദ്യത്തെ കേബിളിനെ ടെൻഷൻ ചെയ്യുമ്പോൾ കോൺക്രീറ്റിൽ ഒരു കംപ്രഷൻ വരും, എന്നിട്ട് അതിനെ ടൈറ്റ് ചെയ്ത് വയ്ക്കും. രണ്ടാമത്തെ കേബിളിനെ ടെൻഷൻ ചെയ്യുമ്പോൾ കോൺക്രീറ്റിൽ വീണ്ടും അടുത്ത കംപ്രഷൻ വരും. അപ്പോൾ ആദ്യത്തെ കേബിള് ചെറുതായിട്ടൊന്ന് ലൂസൺ ആവും. അപ്പോൾ ലോസ് വരും. ആദ്യത്തെ കേബിളിൽ ലോസ് വരും, രണ്ടാമത്തേതിൽ ലോസ് വരില്ല. ഞാൻ മൂന്നാമത്തെ ടെൻഷൻ ചെയ്യുമ്പോൾ രണ്ടാമത്തേലും ആദ്യത്തേതിലും ലോസ് വരും. അപ്പൊ സക്സസീവ് ടെൻഷനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ലോസ് ഷുവർ ആണ്. പക്ഷെ ഏറ്റവും അവസാനത്തെ കേബിളിൽ ലോസ് ഉണ്ടാവൂല, ഏറ്റവും ആദ്യത്തെ കേബിളിലായിരിക്കും ലോസ് കൂടുതൽ ഉണ്ടാവാൻ പോകുന്നത് പോസ്റ്റ് ടെൻഷനിങ്ങിനകത്ത്. അപ്പൊ ഈ ഫോർമുല നമ്മൾ കണ്ടിരിക്കുന്നത് ആവറേജിന്റെ ആണെന്ന് ഓർമ്മ വേണം. ഓരോ കേബിളിന്റെയും ഇൻഡിവിജ്വലി കണ്ടുപിടിക്കണമെങ്കിൽ അത് സൈമൾട്ടേനിയസ്ലി എഴുതി കണ്ടുപിടിക്കണം. അത് നമുക്ക് ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, അത് ഭയങ്കര ടൈംലിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ഫൈനൽ ചോദ്യം. എ ബീം ഈസ് പ്രീസ്ട്രെസ്ഡ് ബൈ എ സ്ട്രൈറ്റ് ടെൻഡൻസ് ക്യാരിയിങ് എ പ്രീസ്ട്രെസിംഗ് ലോഡ് P at an eccentricity E towards the bottom direction of the beam. Which match is the correct one for the beam? ഓക്കെ, മാച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനൊരു ബീം ഇവിടെ വരയ്ക്കുന്നു. ആ ബീമിൽ ഒരു സെൻട്രോയിഡൽ ആക്സസ്, ഒരു കേബിൾ ഉണ്ട്, ഒരു എക്സെൻട്രിസിറ്റിയിൽ ഒരു കേബിൾ, ഒരു കംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ബീമിൽ എനിക്ക് കേബിളിന്റെ ഭാഗമായിട്ട് ഒരു കംപ്രഷൻ ഫുള്ളായിട്ട് വരുന്നു, സ്ട്രെസ് P/A.
ഇവിടെ കംപ്രഷൻ വരുമ്പോൾ ടോപ്പിൽ ടെൻഷൻ വരും. പ്രീ സ്ട്രെസ്സിങ്ങിന്റെ എഫക്റ്റിൽ മുകളിലോട്ടാണ് ഒരു ബെൻഡ് നടക്കുന്നത്. അപ്പോൾ അടുത്തത് പ്രൊഫൈല് ഞാൻ വരയ്ക്കുമ്പോൾ ഇവിടെ PE/Z എന്ന് പറഞ്ഞ കംപ്രഷൻ, ഇവിടെ PE/Z എന്ന് പറഞ്ഞ ടെൻഷൻ. ഇനി ലൈവ് ലോഡിന്റെ കോൺട്രിബ്യൂഷൻ വരുമ്പോൾ തിരിച്ച് മുകളിൽ കംപ്രഷൻ, അതായത് M/Z എന്ന് പറയുന്ന കംപ്രഷൻ, ഇവിടെ M/Z എന്ന് പറയുന്ന ടെൻഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡയറക്റ്റ് സ്ട്രെസ് കോൺട്രിബ്യൂഷൻ ടു റിസൾട്ടന്റ് സ്ട്രെസ് at the top fiber due to pre-stressing force. Direct stress contribution to the resultant stress. Direct stress contribution P/A, which is compression, to the resultant stress at the top fiber. Resultant stress എന്ന് പറയുമ്പോൾ ടോപ്പ് ഫൈബറിലെ ഇതിന്റെ എല്ലാത്തിന്റെയും സമ്മേഷൻ ഡ്യൂ ടു പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഇസ് അഡിറ്റീവ് അല്ലേ? കാരണം ടോപ്പ് ഫൈബറിൽ കംപ്രഷൻ ആണ്, അതിന്റെ കൂടെ ഡയറക്റ്റ് സ്ട്രെസ്സിന്റെ കംപ്രഷനും കൂടി വരുമ്പോൾ അഡിറ്റീവ്. ഓപ്ഷൻ എ അഡിറ്റീവിലോട്ടാണ് മാച്ച് ആവാൻ പോകുന്നത്, വിച്ച് ഇസ് 3. അഡിറ്റീവ് എവിടെ? ഓപ്ഷൻ A3. അപ്പോൾ A3 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അത് വെച്ച് പിക്ക് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, അപ്പോൾ ഞാൻ ഇത് മാച്ച് ചെയ്യാം. അഡിറ്റീവ്. അടുത്തത് സ്ട്രെസ് കോൺട്രിബ്യൂഷൻ ടു resultant stress at the bottom fiber due to live load. Stress contribution to resultant stress at the bottom fiber due to live load. Bottom fiberil tension ആണ് ലൈവ് ലോഡ് കാരണം ഉണ്ടാവുന്ന സ്ട്രെസ്. പ്രീ സ്ട്രെസ് കാരണം ഉണ്ടാവുന്ന സ്ട്രെസ് കംപ്രഷനും. അപ്പോൾ നമുക്ക് എന്താ സബ്ട്രാക്റ്റീവ് ആയിട്ടല്ലേ വരുന്നത്? സബ്ട്രാക്റ്റീവ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് 2ലേക്ക് മാച്ച് ചെയ്യാം. കാരണം സ്ട്രെസ് കാരണം ബോട്ടം ഫൈബറിൽ ടെൻഷനും പ്രീ സ്ട്രെസ് കാരണം ബോട്ടം ഫൈബറിൽ കംപ്രഷനുമാണ്. അപ്പോൾ സബ്ട്രാക്റ്റീവ് എഫക്റ്റ് ക്രിയേറ്റ് ആയി. ഇപ്പൊ B2 A3 B2 ഓപ്ഷൻ സിയിലോട്ടാണ് വരുന്നത്. സിയും ഡിയും കൂടി നമുക്ക് പറഞ്ഞിട്ട് പോവാം. മാക്സിമം സ്ട്രെസ് ഡ്യൂ ടു എക്സെൻട്രിസിറ്റി. മാക്സിമം സ്ട്രെസ് ഡ്യൂ ടു എക്സെൻട്രിസിറ്റി, അതുപോലെ റിസൾട്ടന്റ് സ്ട്രെസ് അറ്റ് ദി ബോട്ടം ഫൈബർ. അത് ഭയങ്കര എളുപ്പമാണ്. റിസൾട്ടന്റ് സ്ട്രെസ് അറ്റ് ദി ബോട്ടം ഫൈബർ നമുക്ക് മിനിമം കിട്ടണം, D1 തന്നെ വരണം അല്ലെ? റിസൾട്ടന്റ് സ്ട്രെസ് മിനിമം കിട്ടുക ബോട്ടം ഫൈബറിൽ എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ പ്രീ സ്ട്രെസ്സിങ് ചെയ്യുന്നത് തന്നെ, വിച്ച് ഇസ് മിനിമം. അപ്പോൾ മാക്സിമം സ്ട്രെസ് ഡ്യൂ ടു എക്സെൻട്രിസിറ്റി എവിടെയായിരിക്കും കാണാൻ പോകുന്നത്? ബോട്ടം. അതായത് നമ്മുടെ പ്രീ സ്ട്രെസ്സിങ് കേബിൾ ഒരു എക്സെൻട്രിസിറ്റിയിൽ നമ്മൾ ടെൻഷൻ ചെയ്യുമ്പോൾ ആ എക്സെൻട്രിസിറ്റിയുടെ എഫക്റ്റിൽ ഉണ്ടാവുന്ന മാക്സിമം സ്ട്രെസ് ബോട്ടത്തിലായിരിക്കും കാണുന്നത്, PE/Z എന്ന് പറയുന്ന വാല്യൂ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻ സി പിക്ക് ചെയ്യാം. എല്ലാം മാച്ച് ആയി വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ 2 ക്വസ്റ്റ്യൻ നമ്പർ മിസ്സായിട്ടുണ്ട് എന്ന് ഞാൻ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ എല്ലാ കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ ഭയങ്കര ഡെപ്തിൽ പോയിട്ടില്ല. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യുണീക്ക് ആയിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം ന്യൂമറിക്കൽ ആസ്പെക്റ്റിലൊന്നും അല്ല. ഞാൻ ലാസ്റ്റ് പറഞ്ഞ പൊതുവെ യൂഷ്വലി പഠിക്കാത്ത പ്രീസസിലെ കുറച്ച് കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ആ മൊമെന്റ് കോഎഫിഷ്യന്റിന്റെ ടേബിള്, ബോണ്ടിന്റെ കാര്യം, ചില IS കോഡിൽ അധികം ചോദിച്ച് കാണാത്ത ചില ക്ലോസുകൾ നമ്മൾ ഇവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്ന് റിവിഷൻ പോലെ തന്നെ ഒന്ന് അപ്രോച്ച് ചെയ്യുക. IS 456 ഇനിയും അധികം ടച്ച് ചെയ്യപ്പെടാത്ത പല റാൻഡം ക്ലോസുകൾ കിടപ്പുണ്ട്. അത് പല ഇതുപോലത്തെ വീഡിയോ സീരീസിലൂടെ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. മറ്റൊരു ദിവസം ഞാൻ സ്റ്റീൽ സ്ട്രക്ചേഴ്സിന്റെ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും താങ്ക് യു.